ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഉറക്കത്തിൽ നിന്ന് എണീറ്റുകൊണ്ടാണ് മുഖമൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത്. വെരി സോറി. ആൻഡ് യെസ്, വെൽക്കം ടു സഫൂംബി ലല്ലൂംബി സീരീസ് റിയാക്ഷൻ. പക്ഷേ അതിനു മുന്നേ എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേറൊരു കാര്യം പറയാനുണ്ട്. എന്താണെന്ന് വെച്ചാൽ മെഹനാസ് എന്നെ കോൺടാക്ട് ചെയ്തിരുന്നു. അപ്പോൾ മെഹനാസ് പറഞ്ഞിട്ടുണ്ട്, മെഹനാസ് ഒരു ഇൻ്റർവ്യൂ പോലെ, അതായത് മെഹനാസ് പറയാനുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ പുള്ളിക്കൊരു ഇത് വേണമെന്ന്, ഒരു സ്പേസ് വേണമെന്ന്. സോ ഐ ടോൾഡ് യെസ് ഷുവർ. ഇതിൻ്റെ അർത്ഥം ഞാൻ ഡിസ്ക്ലൈമർ പോലെ പറയുകയാണ്. ഇതിൻ്റെ അർത്ഥം ഞാൻ മെഹനാസിനെ സപ്പോർട്ട് ചെയ്യുന്നെന്നോ അല്ലെങ്കിൽ മെഹനാസിന് വേണ്ടി സംസാരിക്കുന്നോ എന്നല്ല. ഇപ്പോൾ കാദ്രിക്കൊക്കെ ചെയ്ത പോലെ തന്നെ കാദ്രിക്ക ഹാസ് ടോൾഡ് മെഹനാസിനോട് പുള്ളിയുടെ ഇൻ്റർവ്യൂ, പുള്ളി അവിടെ വന്നിരുന്ന് സംസാരിക്കുകയാണെങ്കിൽ പുള്ളി റെഡിയാണ് കേൾക്കാമെന്ന് പറഞ്ഞ പോലെ തന്നെയാണ്. പുള്ളിക്ക് എന്താ പറയാനുള്ളത് നമുക്ക് കേൾക്കണമല്ലോ, ബിക്കോസ് ഒരു സൈഡ് മാത്രം എപ്പോഴും കേൾക്കാൻ പറ്റത്തില്ല. ആൻഡ് ജസ്റ്റ് ബിക്കോസ് പാസ്റ്റിൽ പുള്ളി മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ടായതുകൊണ്ട് പുള്ളി ഈ റിലേഷനിലും പുള്ളിയുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ടോ എന്നൊന്നും നമുക്കറിയത്തില്ല. അപ്പോൾ പുള്ളിക്ക് എന്താ പറയാനുള്ളത് നമുക്ക് കേൾക്കണം. പുള്ളിയുടെ കയ്യിൽ ഫോണില്ല, അതുകൊണ്ടാണ് പുള്ളിക്ക് ഇതിനെപ്പറ്റി അധികം പ്രതികരിക്കാനോ ഒന്നിനും പറ്റാത്തത്. ആൻഡ് പുള്ളി മെഡിസിൻസും കാര്യങ്ങളൊക്കെ കഴിക്കുന്നുണ്ട്. സോ അതിൻ്റെ കുറച്ച് ഇതിലാണ് എന്നാണ് എന്നോട് പറഞ്ഞത്. അപ്പം എന്തായാലും നാളെ പുള്ളിയുടെ പോഡ്കാസ്റ്റ് എടുക്കാൻ കൊച്ചിയിൽ പോകണം. അപ്പോൾ പുള്ളി വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഐ ഗസ് നമുക്ക് നോക്കാം എന്താവുമെന്ന്. ആൻഡ് വരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് പുള്ളിയോട് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ യു ക്യാൻ ലൈക്ക് കമൻറ്റിൽ നിങ്ങൾക്ക് ചോദിക്കാം. അത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പുള്ളിയോട് ചോദിക്കുന്നതായിരിക്കും. അത് കൂടാണ്ട് ഇനി കമൻസ് ചിലപ്പോൾ കാണാൻ ചാൻസ് കുറവാണ്. അതായത് കമൻസ് കുറേ താഴോട്ട് പോകുന്നതുകൊണ്ട് മേ ബി ചിലപ്പോൾ എൻ്റെ കണ്ണിൽ പിടിച്ചെന്ന് വരത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇൻസ്റ്റയിൽ ഞാനൊരു പോൾ ഓപ്ഷൻ കൊടുക്കാം, ആസ്മി അവിടെ കൊണ്ടിടാം. അപ്പോൾ നിങ്ങൾക്ക് ആസ്മിയിൽ വന്നിട്ട് മെഹനാസിനോട് എന്തൊക്കെയാണോ ചോദിക്കാനുള്ളത് അത് നിങ്ങൾക്ക് എൻ്റെ അടുത്ത് ചോദിക്കാം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പുള്ളിനെ റെപ്രസെൻറ്റ് ചെയ്ത് ചോദിക്കുന്നതായിരിക്കും. ആൻഡ് എനിവേസ് ലെറ്റ് ദ ട്രൂത്ത് വിൻ. ആരുടെ ഭാഗത്താണോ ശരി അവർ ജയിക്കട്ടെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിലൂടെ കുറേ സത്യങ്ങൾ, കുറേ കാര്യങ്ങൾ പുറത്തു വരാൻ പറ്റട്ടെ. ഏത് കാര്യത്തിലാണെങ്കിലും, റിഫയുടെ കാര്യത്തിലാണെങ്കിലും എല്ലാ കാര്യത്തിലും സത്യങ്ങൾ പുറത്തു വരട്ടെ ഇൻഷാ അല്ലാ. അപ്പം സഫൂംബി ലല്ലൂംബി ഈ കള്ളിച്ചിയും ഈ മൊണ്ണയും കൂടെ ചേർന്നിട്ട് കുറച്ച് ഭീഷണികൾ മുഴക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ നേരിട്ട് ഭീഷണിപ്പെടുത്തുക, അല്ലാണ്ട് എന്നെ ബ്ലോക്ക് ചെയ്ത് വെച്ചുകൊണ്ട് ബാക്കിൽ കൂടെ എൻ്റെ ഫ്രണ്ട്സ്, എനിക്ക് ഇഷ്ടംപോലെ ഫ്രണ്ട്സ് ഉണ്ട് എറണാകുളത്ത്. സോ അവരോടൊക്കെ ചെന്ന് അവളെ അത് ചെയ്യും ഇത് ചെയ്യുമെന്ന് പറയാണ്ട് കം ഇൻ ഫ്രണ്ട് ഓഫ് ദ മീഡിയ ലൈക്ക് ഇങ്ങനെ ബാക്കിൽ നിന്ന് ഭീഷണിപ്പെടുത്തി ഇനി ഒരു വീഡിയോയും കൂടെ ഇട്ടാൽ അവളെ ഞാൻ ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ലല്ലു. സോ ലല്ലുവിനോട് ഞാൻ പറയാണ്, ഞാനിപ്പോൾ ഇതാ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വീഡിയോ ഇടാൻ പോവാണ്. അപ്പം നിനക്ക് എന്താ പറയാനുള്ളത്, എന്താ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ നിനക്ക് ചെയ്യാം. അപ്പം അത്രേ ഉള്ളൂ. സോ കഴിഞ്ഞ ദിവസം വെറൈറ്റി മീഡിയയിൽ ഒരു ഇൻ്റർവ്യൂ, എല്ലാ ദിവസവും ഇൻ്റർവ്യൂ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇൻ്റർവ്യൂ കാണുന്നില്ല, എന്താണെന്ന് അറിയത്തില്ല. വയ്യെന്ന് തോന്നുന്നു, കുറച്ച് ക്ഷീണം കാണും, അതുകൊണ്ടായിരിക്കും ഇപ്പോൾ ഇൻ്റർവ്യൂ കൊടുക്കാത്ത. അല്ലെങ്കിൽ അടുത്ത സ്ക്രിപ്റ്റ് ഒപ്പിക്കാൻ പോയിട്ടുണ്ടാവും. അപ്പോൾ ഇൻ്റർവ്യൂവിൽ പറയുന്ന കുറച്ച് ഭാഗങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാം. അത് കൂടാണ്ട് തന്നെ ഒരു യുവതി എന്ന് വിളിക്കാൻ പറ്റില്ല, ഒരു ഡോളിയമ്മായിയുടെ ഒരു റിയാക്ഷൻ, അതായത് ഈ പ്രശ്നങ്ങൾ നടക്കുന്നതൊക്കെ റിയാക്ട് ചെയ്ത ഒരു യൂട്യൂബറുണ്ട്. യൂട്യൂബർ എന്ന് വിളിക്കാൻ പറ്റില്ല, അപരാധം മാത്രം വിളിച്ചു പോകുന്ന ഒരു ചാനൽ, ഷെഫീന എന്നാണ് ചാനലിൻ്റെ പേര്. അപ്പോൾ ചാനലിൽ കുറച്ച് അപരാധം വിളിച്ചു പോകുന്നുണ്ട്, അതും കൂടെ റിയാക്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഞാൻ പുള്ളിക്കാരിക്ക് റീച്ച് കൊടുക്കാൻ എനിക്ക് തീരെ താല്പര്യമില്ല, കാരണം അങ്ങനെ റീച്ചിന് വേണ്ടി എരന്ന് നടക്കുന്ന ഒരു ഡോളിയമ്മായാണത്. ഡോളിയമ്മാനെ പോലെയാണ് ഇരിക്കുന്നത്. ഞാൻ ഡോളിയുടെ പടം ഇവിടെ കൊടുക്കാം, ഇതുപോലെയാണ് പുള്ളിക്കാരി ഇരിക്കുന്നത്. സോ ഞാൻ ബോഡി ഷെയ്മിങ് അല്ല, പക്ഷേ പുള്ളിക്കാരി എന്നെ ആവശ്യത്തിന് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും പുള്ളിക്കാരി അത് ഡിസേർവ് ചെയ്യുന്നുണ്ട്. സോ ഫസ്റ്റ് നമുക്ക് വീഡിയോ ലാഗ് ആക്കാണ്ട് നമുക്ക് ഈ അപരാധം കേൾക്കാം. ഓക്കെ. ഇത് അവിടെ ഒരു സൈഡില് വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുന്നു, ഇപ്പുറത്തെ ഒരു സൈഡിൽ വീഡിയോസ് ഇല്ല, ഇന്റർവ്യൂസ് കൊടുത്തോണ്ടിരിക്കുന്നു. രണ്ട് തലങ്ങളിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള സമയം. അതിപ്പോ ഞാൻ ഇന്റർവ്യൂ കൊടുക്കുമ്പോ അവർക്ക് ഒരു കോണ്ടന്റ് ആയി അതെടുത്തിടാലോ. ഇന്റർവ്യൂ കൊടുക്കുന്നതുകൊണ്ടല്ല കോണ്ടന്റ് ആവുന്നത്. കോണ്ടന്റ് എങ്ങനെ വരുന്നതെന്ന് വെച്ചാൽ, നീ അവിടെ വന്നിരുന്ന് പച്ചക്കള്ളങ്ങൾ വിളിച്ചു കൂവുമ്പോൾ ഈ കള്ളം പറയുന്നതുകൊണ്ടാണ് എനിക്കിവിടെ കോണ്ടന്റ് ഇറക്കേണ്ടി വരുന്നത്. ഇപ്പോൾ നമ്മളൊരാൾ എത്രയോ ഇൻ്റർവ്യൂസ് ഇറങ്ങുന്നു, എത്രയോ കാര്യങ്ങൾ ഇറങ്ങുന്നു, അത് സത്യമാണെങ്കിൽ നമുക്ക് വന്നിരുന്ന് ഇങ്ങനെ കാണിച്ചിട്ട് ഇവർ പറയുന്ന സത്യമാണ്, ഇനി ബാക്കി കേൾക്കാം, അത് കേട്ടിട്ട് ഇവർ പറയുന്ന സത്യമാണ്, ഇങ്ങനെ വന്നിരുന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ എനിക്ക് ഡയലോഗ് അടിക്കേണ്ട ആവശ്യമില്ല. കള്ളം പറയുമ്പോൾ അത് തെളിയിക്കേണ്ട ഉത്തരവാദിത്വം എനിക്കുണ്ട്, ബിക്കോസ് അതിനാണല്ലോ ഞാനിവിടെ ഇരിക്കുന്നത്. ബാക്കി കേൾക്കാം. ഊബർ ഡ്രൈവറിനെ കണ്ടെത്തുന്നു പറഞ്ഞു. ശരിക്കും എന്താ, സഫയുടെ തന്നെ വണ്ടി എടുക്കാൻ വേണ്ടിയിട്ടാണോ? അല്ല, എന്റെ വണ്ടി ഓടാൻ വേണ്ടിട്ട്, ഫിനാൻസും കാര്യങ്ങളും ഉള്ളതാണ്. വണ്ടി അങ്ങനെ വെച്ചോണ്ടിരുന്നാലും കാര്യമില്ല. ഓട്ടം കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഓടുന്ന വണ്ടിയാണ്. സോ ഓടുന്ന വണ്ടിയുടെ ലൈക്ക് ഇപ്പം ഞാനാണ് ഊബർ ഡ്രൈവറെങ്കിൽ എൻ്റെ വണ്ടിയുടെ ഓടുന്നതിൻ്റെ ഡീറ്റെയിൽസ് എനിക്ക് കിട്ടും. ആസ് ഇൻ വണ്ടി ഒരു ദിവസം ഇത്ര കിലോമീറ്റർ ഓടി, ഇത്ര പൈസ അതിൽ നിന്ന് റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ള ഡീറ്റെയിൽസ് കിട്ടും. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഡീറ്റെയിൽസ്, പിന്നെ ഞാൻ പറഞ്ഞ പോലെ എഗ്രിമെൻറ്റ്, നിങ്ങളും ലല്ലുവും ലൈവ് ഇട്ട ദിവസമാണ് എഗ്രിമെൻ്റ് എഴുതിയെന്ന് പറഞ്ഞു. അപ്പോൾ ആ ദിവസത്തെ എഗ്രിമെൻ്റ് കോപ്പി എന്തെങ്കിലും കാണിക്കുമായിരുന്നെങ്കിൽ വളരെ യൂസ്ഫുൾ ആയിരുന്നു ഓഡിയൻസിനൊക്കെ. നീ പറയുന്ന സത്യങ്ങൾ
നീ ഉണ്ടാക്കിയെടുക്കുന്ന ഈ സത്യങ്ങൾ വിശ്വസിക്കായിരുന്നു. കള്ളിച്ചി എന്നുള്ള പേര് മാറ്റിയെടുക്കാൻ പറ്റും. ഞാൻ പറഞ്ഞു തരുന്നേ ഉള്ളൂ കേട്ടോ. നിനക്ക് വക്കീലൊക്കെ ഉണ്ടല്ലോ, അപ്പം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. വണ്ടി ഓട്ടം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡെയിലി റെന്റ് കിട്ടും. ശരിക്കും അതാണ് ഒരു പ്രധാന വരുമാന മാർഗം. ഇപ്പൊ അതാ ഉള്ളൂ. ഇപ്പം അതേ ഉള്ളൂ. കാരണം നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത് കൊളാബ് ഷൂട്ട്സ് ഉണ്ടായിരുന്നു. തൃശ്ശൂർ, മലപ്പുറം, ഏതൊക്കെ ജില്ലകളുണ്ടോ ആ ജില്ലകളിലൊക്കെ ഓടി നടന്ന് ഒരു ദിവസം കൊണ്ട് ഷൂട്ട് ചെയ്യുന്ന പ്രക്രിയയിലൂടെ സഫ കടന്നു പോയിട്ടുണ്ട്. പക്ഷേ ഷൂട്ട്സ് ഒന്നും നമ്മൾ കാണത്തില്ല കേട്ടോ. ആകെ ഒരു പുല്ലിൻ്റെ മുകളിൽ നിന്നിട്ട് കുറച്ച് കവർ പിടിച്ചിട്ട് ഷുഗർ ഫിൽസിൻ്റെ ഒരു പ്രൊമോഷൻ ചെയ്യുന്ന കണ്ടു. അത് ആലുവയിൽ നിന്നിട്ടും എടുക്കാൻ പറ്റുന്ന ഷൂട്ടാണ്. അല്ലാണ്ട് തൃശ്ശൂർ പോയിട്ട് ചെയ്ത ഷൂട്ട് ഞാൻ കണ്ടിട്ടില്ല. ഇതുവരെ ആ ഷൂട്ട് ഇറങ്ങിയിട്ടില്ല. എന്താണ് ആ ഷൂട്ട് ഇറങ്ങാത്തത്? ഇനി പോയി എടുക്കുമായിരിക്കുമല്ലോ. അതായിരിക്കും അതിൻ്റെ ഒരു ഇനി അതിന് വേണ്ടി മെനക്കെടണമല്ലോ സഫ. തെളിവുണ്ടാക്കാൻ വേണ്ടി ഷൂട്ട് വരെ സെറ്റ് ചെയ്യണം. അതാണ് ഒരവസ്ഥ. എന്താ ചെയ്യുക? അപ്പം കള്ളിച്ചീയുടെ കാര്യങ്ങൾ അവിടെ നിൽക്കട്ടെ. ഇനി കള്ളിച്ചീനെ പിന്തുണയായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഒരു യുവതിയല്ല, ഒരു അമ്മായിനെ ഞാൻ വിളിക്കും കേട്ടോ. ബിക്കോസ് എനിക്ക് ഇവരെ തീരെ റെസ്പെക്റ്റ് ഇല്ല. സത്യം പറഞ്ഞാൽ ഇവർക്ക് എൻ്റെ ഉമ്മയുടെ പ്രായമുണ്ട്. പക്ഷേ നമുക്ക് പ്രായം തോന്നിയവരെ നമുക്ക് ബഹുമാനിക്കാൻ തോന്നണ്ടേ? നമുക്ക് തോന്നാത്ത വിധം ഒരു കാറ്റഗറിയാണ് ഇവർ. ഈ അമ്മായി, ഈ പച്ചപ്പുൽച്ചാടീനെ നമുക്ക് ഒരിക്കലും ഇവരെ നമുക്ക് കണ്ടാൽ പോലും റെസ്പെക്റ്റ് ചെയ്യാൻ പറ്റില്ല. എൻ്റെ മുന്നിൽ എങ്ങനെ കണ്ടാൽ ഞാൻ കാർക്കിച്ച് തുപ്പും. എനിക്ക് ഇവരുടെ മുഖം കാണുമ്പോൾ തന്നെ പിടിച്ച് റോട്ടിൽ കൂടെ പിടിച്ച് ഒരച്ച് ഇതാക്കാനാണ് തോന്നുന്നത്. കാരണം എനിക്ക് വെറുപ്പാണ് ഈ സ്ത്രീനെ. എനിക്ക് അത്രയും അറപ്പുള്ളൊരു യുവതിയാണിത്. ഷെഫീന ബീഗം. അവരുടെ മുഖം ഇരിക്കുന്ന എക്സ്പ്രഷൻ തന്നെ കണ്ടാൽ നമുക്ക് പിടിച്ചുരയ്ക്കാൻ തോന്നും. ഇരിക്കുന്ന സെറ്റിംഗ് സ്പേസ് ഒക്കെ നോക്കിക്കോണേ. റെഡ് കർട്ടൻ, അതേ റെഡ് കാർപ്പറ്റ് വെച്ച് തയ്ച്ച പോലത്തെ ഒരു ഡ്രസ്സ്, എല്ലാം റെഡ് മയം. ഓക്കെ, എനിവേസ് നമുക്ക് വീഡിയോയിലോട്ട് പോകാം. എന്താണ് പുള്ളിക്കാരി പറയുന്നതെന്ന് നമുക്ക് കേൾക്കാം. ഓക്കെ, ഈ പയ്യനെ നിങ്ങൾക്ക് പിടി കിട്ടിയ നമ്മുടെ തൊപ്പിയുടെ ഡപ്പിയില്ലേ, തൊപ്പിയെ ചതിച്ചിട്ട് ഇവന്റെ കൂടെ ഓടിപ്പോയ ഒരുത്തി ഉണ്ടല്ലോ, അവളുടെ ഇപ്പോഴുള്ള സെറ്റപ്പ് ആയിരുന്നു. ഇവര് എല്ലാ വീഡിയോയിലും ഇവർ തൊപ്പിയുടെ പേരെടുത്തിടും. ഇവർ 4 വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് എൻ്റെ വിഷയം പറഞ്ഞിട്ടിട്ടുണ്ട്. ഇവർ ആ വീഡിയോയിൽ ക്യാപ്ഷനിൽ നിങ്ങൾ എടുത്ത് നോക്കിയാൽ തൊപ്പിന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ റീച്ചിന് വേണ്ടി വെറുതെ എൻ്റെ എക്സിനെ വലിച്ചിട്ട് വെറുതെ സ്വന്തം നിലവാരം കളയരുത്. ആൻഡ് ഞാൻ തൊപ്പീനെ പറ്റിച്ച ഡപ്പിയോ കുപ്പിയോ എന്തോ ആയിക്കോട്ടെ, നിങ്ങളെന്ത് കോപ്പിറൈറ്റ്സ്, മോണിറ്റൈസേഷൻ. സോ യെസ്, ഈ ഡോളിയമ്മായി പറയുന്നത് ഇതെൻ്റെ സെറ്റപ്പാണ്. ഈ മുകളിൽ കൊടുത്തേക്കുന്ന ഈ ചുമന്ന പുൽച്ചാടി അതെൻ്റെ സെറ്റപ്പ് അല്ലായിരുന്നു. ഞാൻ നിക്കാഹ് കഴിച്ച വ്യക്തിയായിരുന്നു. ആൻഡ് സെറ്റപ്പ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും വിഷയം മാറുന്നുണ്ട്. സോ സെറ്റപ്പ് അല്ലായിരുന്നു, നിക്കാഹ് കഴിച്ച വ്യക്തിയായിരുന്നു. ഓക്കെ, ക്ലിയർ ചെയ്ത് തരുന്ന കേട്ടോ. ഞാൻ പറയുന്ന കാര്യങ്ങളിൽ ക്ലിയർ ചെയ്ത് പോവാം. ഇടയ്ക്ക് ഇവള് പെങ്ങളെ കൂടെ പോവും, ആങ്ങളുടെ കൂടെ പോവും, അനിയന്റെ കൂടെ പോവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര ഡയലോഗൊക്കെ പറഞ്ഞു വന്നില്ലായിരുന്നു അമ്മച്ചി. പുള്ളിക്കാരത്തിയുടെ സ്റ്റെപ്പാ. ആളിപ്പം ഇവളെ വിട്ട് ഇവളെ ചടി കയറി പിടിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. സ്റ്റെപ്പല്ല, ആസ് ഐ സെഡ്, നിക്കാഹ് കഴിച്ച വ്യക്തിയാണ്. അപ്പം എന്താ പെങ്ങളുടെ കൂടെ പോവും, ആങ്ങളയുടെ കൂടെ പോവും. ആങ്ങളയുടെ കൂടെ പോകുമെന്ന് ഞാൻ പറഞ്ഞില്ല. ഷിബിലി ഒരു കുണ്ടനാന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ പറയാത്ത കാര്യങ്ങൾ പറയല്ലേ. ഷിബിലി ഒരു മൊണ്ണയാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടാവും, കുണ്ടനാന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. മാറ്റി പറയരുത് അമ്മായി. എന്നെ അമ്മച്ചീന്ന് വിളിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങളെന്ത് വിളിക്കണം? കബറിൽ കിടക്കുന്ന കിളവിന്ന് വിളിക്കണം? മരിച്ചു പോയെന്ന് പറയണോ? തട്ടിപ്പോയെന്ന് പറയണോ? എന്നെ അമ്മച്ചീന്ന് വിളിച്ചാൽ നിങ്ങൾക്ക് എത്ര പ്രായമുണ്ട്? റെഡ് ലിപ്സ്റ്റിക്കും കുറച്ച് ബ്ലഷും വാരിയിട്ടാൽ പ്രായം കുറയുന്ന നിങ്ങൾക്കൊരു തോന്നലുണ്ടെങ്കിൽ ഒരു ചുക്കും ഇല്ല കേട്ടോ. അമ്മച്ചീനെ വിളിക്കുന്നില്ല, ബിക്കോസ് അമ്മച്ചിക്ക് വരെ ഉണ്ട് നിലവാരം. നിങ്ങളെ ഞാൻ ഡോളി അമ്മായിന്ന് വിളിക്കും. തിത്തിലോപ്പിയ, അത് നൈസൊരു പേരാണ്. ഇപ്പൊ ഒളിച്ചോടി പോയിരിക്കുന്നത് തൊപ്പിയുടെ എക്സ് ഗേൾഫ്രണ്ട് ആയിരുന്ന അവളുടെ ഇപ്പോൾ അവൾ അല്ല എന്ന് പറയുന്ന അവളുടെ എക്സ് ബോയ് ഫ്രണ്ടിന്റെ കൂടെയാണ്. ആകെ കോംപ്ലിക്കേഷൻ ആയില്ലേ? നിങ്ങൾക്ക് വട്ടായില്ലേ? എനിക്കും വട്ടായി. അങ്ങനെ നിങ്ങൾക്ക് അല്ലേലേ വട്ടാണ്. എക്സ് ബോയ് ഫ്രണ്ട്, തൊപ്പിയുടെ എക്സ് ഗേൾ ഫ്രണ്ട്. ഇവർ എന്താ ഫാമിലി ചാർട്ട് വരയ്ക്കുന്ന പോലെ, അപ്പൂപ്പൻ്റെ അമ്മൂമ്മയുടെ എന്ന് പറഞ്ഞ കഥ പറയുന്ന പോലെയാണ്. അപ്പോൾ എക്സ് ബോയ് ഫ്രണ്ട് എന്ന് പറയുന്നുണ്ടല്ലോ. എക്സ് ബോയ് ഫ്രണ്ട് അല്ല, ഇവർ ആദ്യം സെറ്റപ്പാന്ന് പറഞ്ഞു, പിന്നെ ഇപ്പോൾ എക്സ് ബോയ് ഫ്രണ്ടാന്ന് പറഞ്ഞു. കുറച്ച് കഴിയുമ്പോൾ ആരാന്ന് പറയും? എൻ്റെ തന്തയാക്കോ ഷിബിലീനെ? എനിക്ക് മാറി പോകുന്നതുകൊണ്ട് ഞാൻ ചോദിച്ചാണ്. എക്സ് ബോയ് ഫ്രണ്ട് അല്ല യുവതിയല്ല. എൻ്റെ ദൈവമേ, ഞാൻ ഈ ആൾക്കാർ യുവതി എന്ന് വിളിച്ച് ശീലിച്ചുകൊണ്ടാണ് ഇങ്ങനത്തെ ഈ പ്രായമുള്ള അമ്മച്ചികളൊന്നും നമുക്ക് റിയാക്ട് ചെയ്ത് ശീലമില്ലാത്തതുകൊണ്ടാണ്. വെരി സോറി. അപ്പോൾ ഈ കിളവി പറയുന്നത് സോറി. റെസ്പെക്ട്ഫുള്ളി ഡോളി അമ്മയാണ് കുറച്ചുകൂടി ചെയ്യുന്നത്. ആ മുഖത്തിൽ കറുത്ത് ചെയ്യുന്ന ഡോളി അമ്മയാണ്, പശു നോക്കിയ പോലത്തെ മുടിയും. എനിവേസ് ലെറ്റ്സ് ഗോ ബാക്ക് ടു ദ റിയാക്ഷൻ.
സോഷ്യൽ മീഡിയയിൽ കുറെ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറഞ്ഞ് അവകാശപ്പെട്ടുകൊണ്ട് നടക്കുന്ന കുറെ വെകിടുകൾ എല്ലാം കഞ്ചാവോളികളാ. അല്ലെങ്കിൽ പിന്നെ ഇതൊക്കെ എന്തുവായി കേൾക്കുന്നേ? കഞ്ചാവിൽ മാത്രം ഒതുക്കുക നമ്മളെയൊക്കെ. സോഷ്യൽ മീഡിയയിലെ എല്ലാ ഇൻഫ്ലുവൻസേഴ്സും കഞ്ചാവാണ്. നിങ്ങൾ അല്ലയോ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാ വ്യക്തികളും നിങ്ങളിത് കേൾക്കണം. നമ്മളെല്ലാം കഞ്ചാവാണെന്നാണ് ഈ ഡോളിയമ്മായി പ്രസ്താവിക്കുന്നത്. വാട്ട് എ സ്റ്റേറ്റ്മെന്റ്. കഞ്ചാവിൽ മാത്രം എന്താണ് ഒതുക്കിയത്? കല്ല്, പില്ല്, പുല്ല് എന്ത് വേണേൽ നിങ്ങൾക്ക് എടുക്കാമല്ലോ. ആ ഒരു തലത്തിലോട്ടൊക്കെ കൊണ്ടുപോകും. കഞ്ചാവിൽ മാത്രം ഒതുക്കില്ല. കാരണം ഇപ്പം ചെറിയ പിള്ളേരെ കഞ്ചാവ് വലിക്കുന്ന ജനറേഷനിലാണ് നമ്മൾ ജീവിക്കുന്നത്. സത്യത്തിൽ സഭയൊന്നും പറയത്തില്ല. ഇവനെ പോലെ ഒരു കിഴങ്ങന്റെ കൂടെ ജീവിക്കുന്നതിലും ഭേദം ഓടിപ്പോകുന്നത് തന്നെയാണ്. സഫേനെ കുറ്റം പറയില്ല. സഫ പേയ്മെൻറ്റും എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഇരുന്ന് സഫേനെ ഇത്രയും സപ്പോർട്ട് ചെയ്ത് പറയാൻ ഓക്കെ സഫ രക്ഷപ്പെട്ട് ഓടിപ്പോയെന്നാണ് പറയുന്നത്. ഒരു ആരുടെ അടുത്തുനിന്ന് കിഴങ്ങനിൽ നിന്ന് ഞരമ്പലിലോട്ട് ഷിഫ്റ്റ് ചെയ്തു. അതാണ് വ്യത്യാസം. കിഴങ്ങൻ ടു ഞരമ്പൻ. സോ വലിയ സീനൊന്നുമില്ല. ഡപ്പിയ വിട്ട യവക്ക് ഈ ഡപ്പിയ വിട്ട യവനും രണ്ടുപേർക്കും കൂടെ ഒന്നായി കൂടെ. നിങ്ങൾ രണ്ടുപേരും ആകുമ്പോൾ നല്ല മാച്ചിങ്ങാ. രണ്ട് നല്ല മന്ദബുദ്ധികളാ. മന്ദബുദ്ധി എന്നൊക്കെ വീട്ടിൽ ഇരിക്കുന്നവരെ വിളിച്ചാൽ മതി കേട്ടോ. വീട്ടിലാരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വിളിച്ചാൽ മതി. അല്ലെങ്കിൽ നിങ്ങളെ തന്നെ കണ്ണാടി നോക്കി വിളിച്ചാൽ മതി. ആൻഡ് ഇവർ ഒന്നിക്കണം എന്ന് പറയുന്നത് എന്നെയും മെഹനാസിനെയാണ്. ഞാൻ കുറേ വീഡിയോസ് കണ്ടു ഞാനും മെഹനാസും ഒന്നിക്കാൻ. മെഹനാസിൻ്റെ ഭാര്യ സഫായും ലല്ലുവും ഒരുമിച്ചതിന് ഞങ്ങൾ ഒന്നിക്കണം എന്ന് പറയുന്നത് അത് എന്ത് വാട്ട് കൈൻഡ് ഓഫ് റബ്ബിഷ് ഇസ് ദാറ്റ്? ഞാൻ എന്താ അതിന് റിയാക്ഷൻ തരണ്ടേന്ന് പോലും എനിക്കറിയത്തില്ല. ഈ അപരാധം വിളിച്ച് ഈ അമ്മായി കൂവുന്നതിന് എനിക്കെന്താ പറയണ്ടതെന്ന് അറിയത്തില്ല. നിങ്ങൾക്ക് അത്ര കഴപ്പ് മൂത്ത് നിൽക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നിക്കാം മെഹനാസായിട്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളെടുത്തോ. എനിക്ക് വേണ്ട. ഇതിനു മുമ്പ് തൊപ്പിയുടെ ഡപ്പി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഞാനും അവനും തമ്മിൽ തെറ്റി, അവന് സ്വന്തം പെങ്ങളെ കാണുമ്പോൾ പോലും പ്രശ്നം ഉണ്ടാവും, അവൻ അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നടന്നവളല്ലേ. ഇനി എവളുടെ റീൽസ് പോയി നോക്കുമ്പോഴത്തേക്ക് അതിനകത്ത് എന്തൊക്കെ ഇട്ടിട്ടുണ്ട്, ഞാനത് എടുക്കുന്നില്ല. പക്ഷെ അതിനകത്ത് അവള് പറയണത് തന്നെയാണ് ഇങ്ങനെയുള്ളവർ സമൂഹത്തിലുണ്ട്, പേടിക്കണമെന്ന്. സത്യത്തിൽ നിന്നെയൊക്കെ പോലുള്ളവരാണ് പേടിക്കേണ്ടത്. കൂടെ കൊണ്ട് നടന്ന് അവന്റെ സർവത്ര അക്സെപ്റ്റൻസ് വാങ്ങിച്ചെടുത്ത് അതിൽ കൂടെ ഒരു ഫെയിം നേടിയിട്ട് ആ പാവപ്പെട്ടവനെ എത്തി ഒതിച്ച് ദൂരെ പോയി കളഞ്ഞ നിന്റെ കൂടെ ഏതെങ്കിലും ഒരുത്ത മനസ്സമാനത്തോടെ ജീവിക്കാൻ പറ്റുമോ? നിന്നെ വിശ്വസിക്കാൻ പറ്റുമോ? സോ ഷീ സെയിങ് ബേസിക്കലി ഞാൻ തൊപ്പിനെ പറ്റിച്ച് അങ്ങനെയുള്ളവളുടെ കൂടെ ജീവിക്കാൻ പറ്റുമെന്ന്. ഓക്കെ, ഇനി ഫോർ ഇൻസ്റ്റൻസ് ഞാൻ പറയണം, ഞാൻ തൊപ്പിനെ പറ്റിച്ചിട്ടുണ്ടെങ്കിൽ എന്ന് നിങ്ങൾ പറയുന്ന പോലെ അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ അത് അറിഞ്ഞിട്ടല്ലേ എന്നെ നിക്കാഹ് ചെയ്തത്. അപ്പോൾ അത് അറിഞ്ഞിട്ട് നമ്മൾ എന്തിനാണ് നിക്കാഹ് ചെയ്തത്? ഞാൻ തൊപ്പിയുടെ റിലേഷൻ ആയിരുന്നു, ഇനി ഞാൻ പറ്റിച്ചിട്ടുണ്ടെങ്കിൽ അത് അറിഞ്ഞിട്ടായിരിക്കുമല്ലോ നിക്കാഹ് ചെയ്തത്. പിന്നെ എന്തിനാണ് എൻ്റെ കൂടെ ജീവിക്കാൻ വന്നത്? ജീവിക്കാൻ റെഡി ആയിട്ടല്ലേ ജീവിക്കാൻ വന്നത്? തൊപ്പിയുടെ ഡപ്പി എന്ന് പറയുന്നുണ്ട്. ഞാൻ തൊപ്പിയുടെ ഡപ്പി ഒന്നുമല്ലായിരുന്നു, ഞാൻ തൊപ്പിയുടെ എക്സ് ഗേൾ ഫ്രണ്ടാണ്. വളരെ ഡീസൻ്റ് ആയിട്ട് അതിനെ അക്നോളജ് ചെയ്യാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഡപ്പി കുപ്പി പറയുന്നൊക്കെ നിങ്ങളെ തന്നെ അങ്ങ് ഇതാക്കിയാൽ മതി, എന്നെ വിളിക്കാൻ വരണ്ട. നിങ്ങൾക്ക് 3 കെട്ടിയന്മാരെ നിങ്ങൾ ഇട്ടേച്ചു പോലെ ഞാൻ മൂന്നാമത്തെ നിങ്ങളുടെ സ്റ്റെപ്പിനിന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. സ്റ്റെപ്പിനി നമ്പർ 1, 2, 3 എന്ന് ഞാൻ നിങ്ങളെ രേഖപ്പെടുത്തുന്നില്ലല്ലോ. നിങ്ങൾ 3 പേര് ഇട്ടേച്ചു പോയില്ലേ? എന്നിട്ടും നിങ്ങൾ ഈ അപരാധം വിളിച്ച് കൂണെങ്കിൽ അപാര തൊലിക്കട്ടി, കാണ്ടാമൃഗത്തിന് പോലും ഇല്ലാത്ത തൊലിക്കട്ടിയാണ് ഡോളിയമ്മായിക്ക്. ഇത്രയധികം ഇന്നസെന്റ് ആയ തൊപ്പിയെ ചതിച്ച നീ ലോകത്ത് ഏത് മനുഷ്യനെ വിട്ടുവെച്ചേക്കും. അതുകൊണ്ട് നീ അർഹിക്കുന്ന സാധനം തന്നെയാണ് നിനക്ക് കിട്ടിയെന്ന് എനിക്ക് പറയാനുള്ളൂ. ഞാൻ അർഹിക്കുന്ന സംഭവമാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. സീദസ് ഇത്രയും സന്തോഷമായിട്ട് ഇത്രയും അടിപൊളിയായിട്ട് ഞാനിപ്പോൾ ഇരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ അർഹിക്കുന്നുണ്ട്. ആൻഡ് യെസ്, ഞാൻ തൊപ്പിനെ ചതിച്ചിട്ടില്ല. ഞാനിത് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞ് മടുത്തു. എനിക്ക് പുള്ളിയുടെ പേര് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വലിച്ചിടാൻ തീരെ താല്പര്യമില്ല. ബിക്കോസ് വി ബോത്ത് ഹാവ് ഇൻഡിവിജ്വൽ ലൈഫ്സ്, വി ബോത്ത് ഹാവ് മൂവ്ഡ് ഓൺ ആൻഡ് വി ബോത്ത് ആർ ഹാപ്പി ഇൻ അവർ ലൈഫ്. അപ്പം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വെരി റെസ്പെക്ട്ഫുള്ളി നിർത്തിയൊരു സംഭവം, ഇങ്ങനെയുള്ള അപരാധിച്ച വർത്തമാനങ്ങൾ പറയുന്ന ഡോളിയമ്മായിനെ പോലെയുള്ള ഊമ്പിയ ആൾക്കാരോട് ഞാൻ എന്ത് പറയാനാണ്? ഇവരെല്ലാ 4 വീഡിയോസിലും ഇവർ തൊപ്പിയുടെ പേര് എടുത്തിട്ടുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് വെരി ബാഡ്. ഭയങ്കര മോശമാണ്. നിങ്ങൾ ഇത്രയും തൊപ്പീനെ ആത്മാർത്ഥതയോടെ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു അമ്മായി ആണെങ്കിൽ നിങ്ങൾ പുള്ളിയുടെ പേര് ആവശ്യമില്ലാണ്ട് വലിച്ചിടാണ്ടിരിക്കണം. പുള്ളിയുടെ ലൈഫായിട്ട് ജീവിക്കല്ലേ, വെറുതെ എന്തിനാ പുള്ളിയുടെ പേര് ഈ തീട്ട കേസിലോട്ടൊക്കെ പുള്ളിയുടെ പേര് വലിച്ചിട്ടിട്ട് വെറുതെ നിലവാരം കളയുന്ന എന്തിനാ? ആ സംഭവത്തിൽ നിൽക്കണോ? നമ്മൾ ഒരു ഗോസിപ്പ് ചാനലായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഗോസിപ്പ് ചാനലല്ല, അപരാധം പറയുന്ന ചാനൽ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് അല്ല സബ്സ്ക്രൈബ്. വിവരവും വിദ്യാഭ്യാസവും ഇല്ല ഒബ്വിയസ്ലി. അതുകൊണ്ടാണല്ലോ ഈ ഇത്രയും ഗതികേടിൽ എന്തെങ്കിലും കുണയ്ക്കുന്നത്. ദാറ്റ്സ് ഓക്കെ, ബട്ട് സ്റ്റിൽ കുറച്ച് വിവരമാവാം. മീൻസ് പറയുന്ന കാര്യങ്ങൾക്ക് കുറച്ച് ക്ലാരിറ്റി വരുത്താം. ഇനി അടുത്ത വീഡിയോയിലോട്ട് ഇവരുടെ പോവാം. ഓക്കെ, ഹായ്. എൻ്റെ ദൈവമേ, നമുക്കിന്ന് മൊത്തത്തിലൊരു കൺഫ്യൂഷൻ ആയിട്ടുള്ള ഒരു മൂട്ടൻ ഗോസിപ്പും കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. പറഞ്ഞ പോലെ ഗോസിപ്പ് ചാനലാണല്ലോ അല്ലേ, ഗോസിപ്പായിട്ട് വന്നിട്ടുണ്ട്. ആരും അറിഞ്ഞിട്ടില്ല കേട്ടോ.
നമ്മളൊന്നും ഇത് വീഡിയോ ഇടുന്നതിന് മുന്നേ തന്നെ ഇവർക്ക് കിട്ടിയ ന്യൂസ് പോലെയാണ് ഇവർ ഗോസിപ്പ് ചാനൽ എന്ന് വന്ന് പറയുന്നത്. നമ്മളെല്ലാവരും വീഡിയോ ഇട്ട് കഴിഞ്ഞ് വന്നിട്ടല്ലേ ഇവർ ഇരുന്ന് ഇത് കണ്ടന്റ് ആക്കുന്നത്. എൻ്റെ കണ്ടന്റ് തന്നെയല്ലേ അവിടെ ഇരുന്ന് ഊമ്പുന്നത്, അല്ലാണ്ട് വേറെ ആരുടെയും കണ്ടന്റ് അല്ലല്ലോ. ലല്ലു, ഫെസ്മിന, മല്ലു, ഗുല്ലു, അങ്ങനെ കുറെ എണ്ണം ഉണ്ട്. എല്ലാത്തിൻ്റെയും കുറേ വായ്ത്താളം ഞാൻ കേൾപ്പിച്ചു തരാം. നീ വായത്താളം കേൾപ്പിക്കാൻ നീ ആരടി? നീ വായത്താളം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ പട്ടിച്ച് എന്തു ഈ പറയുന്നത്? വായത്താളം ഉണ്ടാക്കാന്ന് എന്ത് വായത്താളം ഉണ്ടാക്കാന്ന്? ഞാൻ ഇവിടെ മാന്യമായിട്ട് വന്നിരുന്ന് വീഡിയോ ചെയ്യുന്ന ഒരാളാണ്. അപ്പം ഞാൻ വായത്താളം അടിക്കാറില്ല. ഞാൻ ഇവിടെ വന്നിരുന്ന് ഇന്ന സംഭവം ഇന്ന പോലെ നടക്കുവാണെന്ന് പറഞ്ഞ് ഞാൻ വായത്താളം അടിക്കാറില്ല. ഞാൻ എന്തെങ്കിലും കാര്യം വായത്താളം അടിച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ ഇത്രയും നാളത്തെ വീഡിയോസിൽ വായത്താളം അടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വെല്ലുവിളിക്കുന്നു. ഈ ഷഫീന ബാഗോ എന്ത് പറയാന്ന് വെച്ചാൽ ഞാൻ നിങ്ങളോട് വെല്ലുവിളിക്കുകയാണ്. ഞാൻ വായത്താളം അടിച്ചൊരു സംഭവം നിങ്ങൾ എൻ്റെ വീഡിയോയിൽ കൊണ്ടുപോകാൻ ഞാൻ അതിന് വിത്ത് എവിഡൻസ് കാണിച്ചു തരുന്നതായിരിക്കും. കാരണം ഞാൻ ഒരു കാര്യവും തെളിവില്ലാണ്ട് സംസാരിക്കത്തില്ല. എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഇത് വീഡിയോ റീച്ചിനേക്കാൾ ഉപരി എല്ലാത്തിനും ഭ്രാന്താണെന്നാണ്. എല്ലാത്തിനും മൊത്തത്തിൽ പിടിച്ചോണ്ട് ഉളംപാറ ഇടണമെന്നാണ്. നിങ്ങളെ വല്ല ചങ്ങലക്കിടണമെന്നാണ് ഞാൻ പറയുന്നത്. വീട്ടിലാരെങ്കിലും ചോദിക്കാനും പറയാനുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മക്കൾ വല്ലതും ഉണ്ടെങ്കിൽ പിടിച്ച് ചങ്ങലക്കിടുക. ലല്ലു എന്ന് പറഞ്ഞാൽ ഫെസ്മിന സക്കീർ എന്ന് പറയുന്ന പബ്ബിലൊക്കെ ചുറ്റിയടിച്ചിറക്കുന്ന ഒരു അലവലാതി പെണ്ണിന്റെ ഹസ്ബൻഡ് ആയിരുന്നു. എക്സ് ഹസ്ബൻഡ് ആണ്. ഹസ്ബൻഡ് എന്ന് പറഞ്ഞാൽ പറ്റത്തില്ല, എക്സ് ഹസ്ബൻഡ് എന്ന് തന്നെ പറയാം. നമ്മൾ അങ്ങനെ തന്നെ പറയണം. താങ്ക് യു സോ മച്ച് എക്സ് ഹസ്ബൻഡിനെ രേഖപ്പെടുത്തുന്നത്. പക്ഷെ അതിന് മുന്നേ ഒരു കാര്യം പറയുന്നുണ്ട്, പബ്ബിലൂടെ കറങ്ങി നടക്കുന്ന അലവലാതി. സോ ബേസിക്കലി മോഡേൺ ഈ വീഡിയോ കാണുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, ഐ ബിലീവ് എൻ്റെ വീഡിയോ കാണുന്നവർ വെരി റെസ്പെക്ട്ഫുള്ളി മനസ്സിലാക്കുന്ന വ്യക്തികളാണെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. സോ നിങ്ങളോടാണ് എനിക്ക് പറയാനുള്ളത്, പാർട്ടീസിലൂടെ അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ എന്തെങ്കിലും പബ്ബ് എന്നുള്ള സംഭവം നിങ്ങൾക്ക് അറിയാമെന്ന് വെച്ചാൽ പാർട്ടി നടക്കുന്ന സ്ഥലത്തൂടെ പോകുന്ന ആൾക്കാരൊക്കെ അലവലാദികൾ എന്ന് പറയുന്ന ഈ ഓൾഡ് ജെൻ എന്ന് വിളിക്കാൻ പോലും പറ്റില്ല. കാരണം ഓൾഡ് ജെൻ ആൾക്കാർക്ക് പോലും മനസ്സിലാവും. എൻ്റെ വീട്ടിൽ ഇരിക്കുന്നവർക്ക് മനസ്സിലാവാറുണ്ട്. പക്ഷേ ഇത് ഓൾഡ് ജെൻ പോലും അല്ല. ഈ സദാചാരം വർത്താനം പറയുന്ന ഈ ഊമ്പിച്ചോടൊക്കെ എന്താ പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല. ബിക്കോസ് എന്താ പറയുക, അലവലാതി എന്നൊക്കെ നിങ്ങളെ തന്നെ വിളിച്ചാൽ മതി. പബ്ബിലൂടെ നടക്കുന്ന ആൾക്കാരൊന്നും അലവലാദികളല്ല. ബിക്കോസ് ദർ ഇസ് എ മിത്ത് ദാറ്റ് പബ്ബിലൂടെ നടക്കുന്നവർ സ്ലട്സ് ആണെന്ന്. എനിക്കത് മനസ്സിലാവുന്നില്ല. ജസ്റ്റ് ബിക്കോസ് യു ഗോ ടു എ പാർട്ടി ആൻഡ് എൻജോയ് ആൻഡ് ഹാവ് ഫൺ, അതെങ്ങനെ സ്ലട്ട് ആവുന്നത് എന്ന് എനിക്കറിയത്തില്ല. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പിന്നെ ഇങ്ങനെയുള്ള ഈ പച്ച പുൽച്ചാടിക്കൊന്നും അത് മനസ്സിലാവാൻ പോകുന്നില്ല. അതുകൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. ലല്ലുവിനെ പറ്റിയിട്ട് ഫെസ്മിന സക്കീർ ഇടയ്ക്ക് വെച്ചിട്ടൊരു വീഡിയോ ഇട്ടിരുന്നു. ലല്ലു എന്ന് പറയുന്നത് വെറും വൃത്തികെട്ടവനാണ്. സ്വന്തം പെങ്ങളെ പോലും വൃത്തികെട്ട രീതിയിൽ നോക്കുന്ന വെറും വൃത്തികെട്ടവൻ, വെറും കുഴപ്പമാണെന്ന് പറയുന്നതായിട്ട്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഫെസ്മിനയും അവനും കൂടെ വാക്കുവയിൽ വെച്ച് കണ്ടെന്നോ അങ്ങനെ അല്ലാതെ കുറെ കാര്യങ്ങളൊന്ന് ഫോട്ടോ ഉൾപ്പെടെ പബ്ലിഷ് ചെയ്തു. നമ്മളും പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നുണയായിരുന്നു, പച്ച നുണയായിരുന്നു. കുറച്ച് വീഡിയോ അല്ല, ഞാൻ കുറേ വീഡിയോസ് അവൻ്റെ ഇട്ടിട്ടുണ്ട്. ആൻഡ് വാക്ക്വേയിൽ വെച്ച് ഞാൻ അവനെ കണ്ടിട്ടില്ല. അപ്പോൾ നിങ്ങളിട്ട ആ വീഡിയോ ഏതാണെന്നൊന്ന് തെളിയിച്ചാൽ കൊള്ളായിരുന്നു. ഞാനെന്തായാലും വാക്ക്വേയിലോ തെരുവിലോ റോഡിലോ സ്ട്രീറ്റിലോ ഒന്നും വെച്ച് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ കണ്ടത് ഡിസംബർ മാസത്തിലാണ്. അത് ഞാൻ എൻ്റെ വീഡിയോയിൽ തന്നെ വന്നിരുന്നു പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളായിട്ടത് ഗോസിപ്പ് ചാനലിലൂടെ ഇറക്കണമെന്നില്ല, ഞാൻ പറഞ്ഞ കാര്യമാണ്. ഇനി ഫെസ്റ്റിനെ പറ്റി നിങ്ങൾക്ക് കൂടുതൽ അറിയണമെങ്കിൽ ഞാൻ വേറൊരു എക്സ്പ്ലനേഷൻ. നമ്മുടെ തൊപ്പിയില്ലേ, തൊപ്പിയുടെ ഡപ്പിയായിരുന്നു ഇവള്. ആദ്യ കാലഘട്ടങ്ങളിൽ ആ ചെറുക്കനെ എല്ലാവർക്കും അറിയാലോ. തൊപ്പി ഒരു കുറച്ച് ന്യൂ ജെന്നിനെ പ്രതിനിധീകരിക്കുന്ന ഒരു സ്പെഷ്യൽ കാറ്റഗറിയാണ്. അവന്റെ ഒരു ജീവിത സാഹചര്യം കൊണ്ട് അവന്റെ ഉപ്പ അവനെ വീട്ടിൽ അക്സെപ്റ്റ് ചെയ്യാത്തത് കൊണ്ട് അവൻ ഗെയിമിങ്ങിൽ കൂടെ അത്യാവശ്യം റീച്ച് ആയി എന്നതിനപ്പുറം ആ പയ്യന് വേറെ എടുത്തു പറയത്തക്ക പിന്നെ വലിയ ഇതൊന്നുമില്ല. തൊപ്പിയുടെ ഡപ്പി എന്ന് തന്നെയല്ലേ പറയുന്നത്? പറഞ്ഞു, ബാക്കി കേൾക്കാം. അപ്പം അവനുമായിട്ട് നല്ല രീതിയിൽ അവന് ഫോളോവർ ഉണ്ട്. അപ്പം അവനെ പോയി ഒട്ടി നിന്ന് അവന്റെ ഫോളോവർ തട്ടിയെടുക്കാൻ വേണ്ടി അവന് വിവാഹം കഴിക്കാമെന്ന് കള്ള വാഗ്ദാനം കൊടുത്ത ഫെസ്മിന അവസാനം അവനെ മൂഞ്ചിപ്പിച്ചു. ഞാൻ അവനെ മൂഞ്ചിപ്പിച്ചു എന്ന് സഫീന അപരാധം വിളിച്ചു പോകുന്നു. ഞാൻ ആരെ മൂഞ്ചിപ്പിച്ചെന്ന് ഓക്കെ, നിങ്ങൾക്കത് പറയാൻ റൈറ്റ് ഉണ്ട്. ഒബ്വിയസ്ലി ഇഫ് അറ്റ് ഓൾ എവിടെയെങ്കിലും തൊപ്പിയോ ഞാനോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ തൊപ്പി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പുള്ളീനെ മൂഞ്ചിപ്പിച്ചു, ഞാൻ പറ്റിച്ചെന്ന് തൊപ്പി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ഡയലോഗ് അടിക്കാണ്ട് നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് പറയാം, എനിക്ക് ഒരു പ്രശ്നമില്ല. പക്ഷേ റിലേഷനിൽ ഇരുന്നവർ പറയാത്തക്ക വിധം നിന്നെപ്പോലുള്ള ഞരമ്പികൾ വന്ന് പറയുമ്പോൾ എനിക്കത് കേൾക്കേണ്ട ആവശ്യമില്ല. ഞാനിത് തള്ളി വിടുക. ഈ പുൽച്ചാടി പറയുന്ന കാര്യം ഞാനങ്ങ് ഒഴിവാക്കി വിടും. ബിക്കോസ് ഈ വാണമൊക്കെ പറയുന്ന കാര്യങ്ങൾ നമ്മൾ കേൾക്കേണ്ട കാര്യമില്ലല്ലോ. അവനെ വലിപ്പിച്ചിട്ടാണ് ഈ ലല്ലുവിൻ്റെ കൂടെ പോയിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് ലല്ലുവിൻ്റെ ഒപ്പം താമസിക്കുന്നതിന്, അതായത് ഇവരുടെ നിക്കാഹിന് കുറച്ച് ദിവസം മുമ്പ് ഒരു പക്ക സീൻ അവരങ്ങ് ക്രിയേറ്റ് ചെയ്തിരുന്നു. അതും സത്യത്തിൽ ഒരു ഫേക്ക് ആണെന്നാണ് ഇവളുടെ എല്ലാ ഇതും വെച്ച് നോക്കണം. മൊത്തത്തിൽ ഒരു ഫേക്കോളിയാണ് ഈ പെണ്ണ് ഫെസ്മിന. ഞാൻ ഫേക്കോളി ആണെങ്കിൽ നീ ഒരു
മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞാൻ ആരെയും ഇങ്ങനെ ഇത്രയും വലിയ തെറികളൊന്നും വിളിക്കാറില്ല. ബട്ട് സ്റ്റിൽ യു ഡിസേർവ് ഇറ്റ്. ഈ പെണ്ണുമ്പിള്ള അത് അർഹിക്കുന്നുണ്ട്. ആൻഡ് നിക്കാഹിന് മുന്നേ ഉള്ള സ്ക്രിപ്റ്റ് ആയിരുന്നെന്ന് പറഞ്ഞു. നിക്കാഹിന് മുന്നേ സ്ക്രിപ്റ്റ് ഒന്നുമല്ല, നടന്ന സംഭവമാണ്. കേസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ കൂട്ടുകാരിനെ തല്ലിയ സംഭവമാണ്. ആ ടൈമിൽ എൻ്റെ ബോയ് ഫ്രണ്ട് ആയതുകൊണ്ട് ഞാൻ അവനെ സപ്പോർട്ട് ചെയ്തു. പക്ഷേ തല്ലിയ കാര്യം ഉള്ളതാണ്, അതിന് തെളിവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ ഞാൻ അവളുടെ കാല് പിടിച്ചുകൊണ്ടാണ് അവൾ ആ കേസ് എനിക്ക് വേണ്ടി വിട്ടു തന്നത്. പക്ഷേ കേസ് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ അറസ്റ്റ് വാറൻറ്റ് വന്നായിരുന്നു. ഞാനത് കഴിഞ്ഞ ദിവസം ഇൻസ്റ്റയിൽ സ്റ്റോറി ഇട്ടായിരുന്നു. ആൻഡ് ഓൾസോ ഞാനും അവളും തമ്മിലിപ്പോൾ ഒരു പ്രശ്നമില്ല. വി ആർ ഫ്രണ്ട്സ്, വി ആർ ഗുഡ് ഫ്രണ്ട്സ്. ഞാൻ അവളോട് പറഞ്ഞു വെരി സോറി, അവന് വേണ്ടി ഞാൻ കുറേ ഫ്രണ്ട്സിനെ ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പം അതൊക്കെ ഞാൻ മാപ്പ് ചോദിച്ച് ക്ഷമ ചോദിച്ച് ഞങ്ങളിപ്പോൾ നല്ല ഫ്രണ്ട്സാണ്. വി ആർ ചിൽ. സോ പെണ്ണുമ്പിള്ള പേടിക്കേണ്ട കാര്യമില്ല കേട്ടോ, ടെൻഷൻ ആവണ്ട. ഇനി കല്യാണം കഴിച്ച് 1 വർഷം മൂലം ഇനി 16-ാം തീയതി ആകുമ്പോഴത്തേക്ക് ഇന്നോ നാളെയൊക്കെ ആ കൊച്ചിന്റെ വിവാഹ വാർഷികമാണ്. ആ സമയത്ത് അത് ആകുന്നതിന് കുറച്ച് ദിവസം മുമ്പ് തന്നെ പറഞ്ഞു അവനൊരു കുഴപ്പക്കാരനാണെന്ന് പറഞ്ഞ് തെളിവ് ഉൾപ്പെടെ അവന്റെ ചാറ്റ് ഉൾപ്പെടെ പബ്ലിഷ് ചെയ്തിട്ട് അവനെ വെറും വൃത്തികെട്ടവനാക്കി പബ്ലിക്കിൽ അങ്ങ് ചിത്രീകരിച്ചു. അവരപ്പോൾ സെപ്പറേറ്റഡ് ആയെന്നാണ് നമ്മൾ വിശ്വസിച്ചത്. പിന്നീടാണ് യൂട്യൂബേഴ്സിൽ ആരോ ഒരാൾക്ക് ഇത് കിട്ടിയത്, ഈവൻ അവൾ ഒന്നിച്ച് നിൽക്കുന്നതിന്റെ വീഡിയോ കിട്ടിയത്. അവള് കള്ളിയാണെന്നുള്ളത് ഓക്കെ ആയി. നിങ്ങളങ്ങ് പറഞ്ഞാൽ ഞാൻ കള്ളിയാവൂല. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ഡിസംബറിൽ മീറ്റ് ചെയ്തതിൻ്റെ ഫോട്ടോ ആയിരിക്കും വന്നിട്ടുണ്ടാവുക. ആൻഡ് ഞാൻ ആ റിലേഷൻ കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നെ കള്ളിന്ന് വിളിക്കാം. ഞാൻ ആ റിലേഷൻ കണ്ടിന്യൂ ചെയ്തിട്ടില്ല. എൻ്റെ പുറകെ ലല്ലു അത്രയും കാല് പിടിച്ച് വന്നിട്ടും ഞാൻ ആ റിലേഷൻ കണ്ടിന്യൂ ചെയ്തിട്ടില്ല. സോ പറയുമ്പോൾ നോക്കിയും കണ്ട് സംസാരിക്കുക. അക്ബറിന്റെ ഒരു പിന്നെ ഇത് ടാങ്കോ ആപ്പ് പോലുള്ള ഒരു ആപ്പില്, ടാങ്കോ അല്ല ടിൻഡർ. വിവരം ഇല്ലാത്തതിന്, വിദ്യാഭ്യാസം ഇല്ലാത്തതിന് കുഴപ്പമില്ല. ടാങ്കോ അല്ല ടിൻഡർ. ടാങ്കോ എന്ന് പറഞ്ഞാൽ ലൈവ് ചെയ്യുന്ന വേറൊരു ആപ്പാണ്. ടിൻഡർ ഇസ് എ ഡേറ്റിംഗ് ആപ്പ്. അവന് കാര്യം മനസ്സിലായി. അവനങ്ങ് സ്കൂട്ടായപ്പോ അവൻ അടുക്കുന്നില്ല എന്ന് കണ്ടപ്പോ ഈ സാധനം വെച്ചൊന്ന് ബ്ലാക്ക് മെയിൽ ചെയ്ത് അവനിൽ നിന്ന് കുറച്ച് പൈസ അടിക്കാനായിട്ട് ഫെസ്മിന് ശ്രമിച്ചു. നടന്നില്ല. ഇത് ലല്ലു പറഞ്ഞു തന്നെയാണോ? ലല്ലു പറഞ്ഞു തന്ന പോലെ ഉണ്ട്. ബിക്കോസ് ലല്ലു കേസ് ഷീറ്റിൽ കൊടുത്തേക്കുന്നതാണ് ഞാൻ പൈസ വാങ്ങാൻ നോക്കിയത്. ഞാൻ എവിടെയാണ് അക്ബറിനെ ബ്ലാക്ക് മെയിൽ ചെയ്ത് പൈസ വാങ്ങിയത് അങ്ങനെ ഒരു തെളിവുണ്ടെങ്കിൽ, കോൾ റെക്കോർഡ്സോ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റോ അല്ലെങ്കിൽ ഞാൻ സംസാരിച്ചതിൻ്റെ ഒരു പ്രൂഫ് ഉണ്ടെങ്കിൽ ഞാൻ യൂട്യൂബ് അടച്ചുപൂട്ടി പോകുന്നതായിരിക്കും. ഒരു വിഷയത്തിൽ ഫെസ്മിന് ഓപ്പോസിറ്റ് ആയതുകൊണ്ട് ഞാൻ അക്ബറിന് സപ്പോർട്ട് പറഞ്ഞ ആളാണ്. ഈ ഒരു വിഷയത്തിലെ അക്ബറിന്റെ ബാക്കിയുള്ളതില്ലാതൊന്നും ഞാനൊന്നും പറയുന്നില്ല. എന്ത് ദേഷ്യമാണ് പെണ്ണുപിള്ളക്ക് എന്നോട്. അക്ബറിനെ പുള്ളിക്കാരിക്ക് കണ്ണിന് കണ്ടുകൂടാം. അക്ബറിനെ കണ്ടുകൂടാനിട്ട് പോലും എൻ്റെ വിഷയം വന്നുകൊണ്ട് പുള്ളി അക്ബറിൻ്റെ സൈഡ് നിന്നില്ല. ആസ് എ യൂട്യൂബർ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ സൈഡ്, ഇപ്പോൾ സായി ഒക്കെ വീഡിയോ ചെയ്യുന്നുണ്ട്, സായി ചെയ്യുന്നുണ്ട്, സാത്താൻ ചെയ്യുന്നുണ്ട്. ഇവരൊക്കെ എൻ്റെ നല്ല ഫ്രണ്ട്സാണ്. ഓക്കെ, നല്ല ഫ്രണ്ട്സ് എന്ന് വെച്ചാൽ അവർ എൻ്റെ ഫ്രണ്ട് ആണെങ്കിൽ പോലും ഞാൻ തെറ്റ് ചെയ്താൽ അവരൊരിക്കലും എന്നെ ന്യായീകരിക്കാനോ അങ്ങനത്തെ ഒരു സംഭവത്തിനെ നിൽക്കത്തില്ല. അവരേതാണോ ശരി അതിനെതിരെ വീഡിയോ ഇടുന്ന ആൾക്കാരാണ്. ഇവരെന്ന് വെച്ചാൽ ഇവരിപ്പോൾ ഇവരുടെ വായിൽ തന്നെ വന്നു, അക്ബർ തെറ്റ് ചെയ്താൽ പോലും ഓപ്പോസിറ്റ് ഞാനാണെങ്കിൽ അവർ അക്ബറിൻ്റെ കൂടെ നിൽക്കുന്നു. അങ്ങനെ അല്ലല്ലോ വീഡിയോ ചെയ്യേണ്ട ഒരാൾ സംസാരിക്കേണ്ട നിൽക്കേണ്ട രീതി. അങ്ങനെയാണോ ഡോളിയമ്മായി? എന്താ ഇത്? ഫെസ്മിനെ എങ്ങനെയെങ്കിലും ഒക്കെ ഒന്ന് ഫേമസ് ആയി നിൽക്കണം, സോഷ്യൽ മീഡിയ കൊണ്ട് മാത്രം ഉണ്ണുന്ന ഒരു പ്രത്യേക ജന്തുവാണെന്ന് മനസ്സിലാക്കാൻ വലിയ ബോധമൊന്നും വേണ്ട. ഇതിനിടയ്ക്ക് എൻ്റെ അലയിലും ഒന്നൊന്ന് കയറിയായിരുന്നു. എന്നെ എടുത്തു വെച്ചൊന്ന് കളിയാക്കിയൊക്കെ നോക്കി, എവിടെ എത്തിയില്ല, എറിച്ചില്ല, ആരും പഠിച്ചാൽ മൈൻഡ് ചെയ്തില്ല. ഓക്കെ, ഞാൻ ഇവരുടെ ഒരു വീഡിയോ റിയാക്ട് ചെയ്തായിരുന്നു. വേറെ വീഡിയോ ഒന്നും ഞാൻ റിയാക്ട് ചെയ്തില്ല. കാരണം എനിക്ക് അനാവശ്യമായിട്ട് ഈ തള്ളയ്ക്ക് റീച്ച് കൊടുക്കാൻ താല്പര്യമില്ല. അപ്പോൾ ഇവർ പറയുന്നുണ്ട് ആ വീഡിയോ റീച്ച് ആയില്ല, കയറിയില്ല, എറിച്ചില്ല എന്ന്. ഞാൻ എൻ്റെ കമൻസ് ഇവിടെ കൊടുക്കാം. തള്ള 3 കിട്ടിയത് കഴപ്പ് കുറഞ്ഞില്ലേ താത്താന്ന്, കഴപ്പ് കുറഞ്ഞില്ല താത്താന്നൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പം എറിക്കാത്തതുകൊണ്ടായിരിക്കും ഇങ്ങനെ കമൻറ്റ് വരുന്നില്ലേ. അണ്ണാക്കിൽ അന്നനാളത്തിൽ കിട്ടിയില്ലേ? ഇപ്പോഴും കിട്ടിയില്ലേ? അടിച്ചണ്ണാക്കി കിട്ടിയില്ലേ? ഇനി കുറച്ച് നേരം പച്ചപ്പുൽച്ചാടി അടങ്ങിയിരിക്കുന്നതായിരിക്കും നല്ലത്. വെറുതെ വന്നിങ്ങനെ സംസാരിക്കാണ്ടിരിക്കുക, വായത്താളം അടിക്കാണ്ടിരിക്കുക. കാരണം എനിക്ക് ഇനി വായത്താളം അടിച്ചാൽ ഞാൻ റിയാക്ട് ചെയ്യാൻ പോകുന്നില്ല കേട്ടോ. എനിക്ക് റീച്ച് ചെയ്യാൻ താല്പര്യമില്ല. നിങ്ങളുടെ വീട്ടിലോട്ട് അരി കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ചത്തുപോയാലും എന്നെ ബാധിക്കുന്ന കാര്യമല്ല. സോ യാ, ഭർത്താവുമായി ഇവള് സെപ്പറേറ്റഡ് ആയി എന്നും കേസ് നടക്കുന്നുണ്ടെന്നൊക്കെ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രം സംസാരിക്കുന്ന ഫെസ്മിനയുടെ ലല്ലു സഫ മെഹനുവുമായിട്ട് ഒളിച്ചോടിയിരിക്കുകയാണ്. സഫയ്ക്കെതിരെ ഏറ്റവും കൂടുതൽ പ്രസ്താവനകൾ കൊണ്ടുവന്ന് നിൽക്കുന്നത് ഈ പറയുന്ന ഫെസ്മിനെയാണ്. ഇപ്പൊ അടി സഫയും ഫെസ്മിനെയാണ്. ഇവളൊരു റീലിട്ട അവള് മറുപടി റീലിടും. അങ്ങനെ കുറെ റീൽസ് ഉണ്ട്, വേണമെങ്കിൽ കാണിക്കാം. കാണണമെന്നില്ല, ആൾക്കാർ കാണണം. അവർക്ക് കണ്ണുണ്ട്. നിന്നെ പോലെ കണ്ണില് പറയണ ഇത്രയേ ഉള്ളൂ. അവൾ പറഞ്ഞിട്ടാണ് അതൊരു സ്ക്രിപ്റ്റഡ് ആയിരുന്നു, അവൾ പറഞ്ഞതുകൊണ്ട് ഞാൻ ചെയ്തതാണ്, അല്ലാതെ അതിനകത്ത് വലിയ കഴമ്പൊന്നുമില്ല, ഞങ്ങൾ സെപ്പറേറ്റഡ് ആയിട്ടില്ല, ഞാൻ അവളോട് സംസാരിച്ചുകൊണ്ട് അവൾക്കൊപ്പം ഉണ്ടായിരുന്നു, ഇത് നാട്ടുകാരെ പറ്റിക്കാൻ വേണ്ടി അവൾ എന്നെ കൊണ്ട് ചെയ്യിച്ചതാണെന്നാണ് പറഞ്ഞത്. അതിന്റെ താഴെയാണ് അവൾ വന്നിട്ടൊരു എൻ്റെ പ്രൂഫ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒപ്പിട്ടിട്ട് പോയത്. അപ്പൊ കള്ളിയാണെന്നുള്ളത് അവൻ തന്നെ വന്ന് പറഞ്ഞു എന്ന് രത്ന ചുരുക്കം. ലല്ലുവിനെ ഞാൻ സ്ക്രിപ്റ്റ് ആക്കിയെന്ന്. ഓക്കെ, സ്ക്രിപ്റ്റ് ആക്കിയ കാര്യത്തിൽ നമ്മൾ എങ്ങനെയാണ് കേസ് കൊടുക്കുന്നത് എനിക്ക് മനസ്സിലായില്ല. ഞാനിവിടെ ഈ സംഭവം കണ്ടോ, ഈ കേസ് ഷീറ്റ്, പിന്നെ
ഊമ്പാൻ വെച്ചേക്കുന്നതല്ല. മനസ്സിലായോ? കേസ് ഉണ്ടാക്കാൻ വെച്ചേക്കുന്നതല്ല. എൻ്റെ കേസിന് സമൻസ് വന്നു കഴിഞ്ഞാൽ കോടതിയിൽ പോകുമ്പോഴേ നിങ്ങൾ പറയുമോ ഇത് സ്ക്രിപ്റ്റ് ആയിരുന്നെന്ന്? അതും സ്ക്രിപ്റ്റ് ആണോ? ലല്ലുവിന് സ്ക്രിപ്റ്റ് ആണോ എന്ന് എനിക്കറിയത്തില്ല. സെപ്റ്റംബർ 12 എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ വ്യക്തിയാണ്. സോ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒന്നിച്ചുണ്ടായിട്ടില്ല. ഒന്നിച്ചില്ലാത്ത കാര്യം ഇല്ലയെന്ന് തന്നെ പറയണമല്ലോ. അതിന് പ്രൂഫായിട്ട് എനിക്ക് ചാറ്റും കാര്യങ്ങളുണ്ട്. ലല്ലു കുറേ നാൾ ബാംഗ്ലൂരായിരുന്നു. സോ എങ്ങനെയാണ് എൻ്റെ വീട്ടിൽ തൊടുപുഴയിൽ വരുന്നതെന്ന് എനിക്കറിയത്തില്ല. ഞങ്ങൾ എന്തായാലും ഒന്നിച്ചല്ലായിരുന്നു എന്ന് ഈ പച്ച പുൽച്ചാടി ഞാൻ അറിയിക്കുന്നു. കള്ളിച്ചിന്നൊക്കെ നീ പോയി ഭർത്താവ് ഉണ്ടെങ്കിൽ അവരെ പോയി വിളിക്കുക. ഓക്കെ, ഭർത്താവ് ഇല്ലെങ്കിൽ സ്വന്തമായിട്ട് വിളിക്കുക. 3 ഭർത്താക്കന്മാർ ഇട്ടിട്ട് പോയത് കയ്യിലിരിപ്പിനാന്ന് തോന്നുന്നു. ഫെസ്റ്റിനെയും അവർ തമ്മിൽ പിണക്കമൊന്നുമില്ല. അവര് ഇങ്ങനെ സോഷ്യൽ മീഡിയ ഹൈപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്, റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട്, എന്താണെന്ന് അറിയാനുള്ള കൗതുകത്തിന് വേണ്ടിയിട്ട് ആളുകൾ പോയി വായി നോക്കൂ എന്നുള്ള ഉറപ്പ് കൊണ്ട് കാണിക്കുന്ന ഒരു പേക്കൂത്ത് മാത്രമാണിത്. നിങ്ങൾ ഇരുന്ന് കാണിക്കുന്നതാണ് സത്യം പറഞ്ഞാൽ പേക്കൂത്ത്. പേക്കൂത്തിന് പോലും ഉണ്ട് കുറച്ചുകൂടെ സ്റ്റാൻഡേർഡ്. ഇത് പേക്കൂത്തല്ല, ഇത് ഒരുതരം അസുഖമാണ്, ഒരുതരം കഴപ്പാണ്. ബാക്കിയുള്ളവരുടെ ജീവിതത്തിൽ നടക്കുന്ന അറിയാണ്ട് വന്നിരുന്ന് വിളിച്ചു പോകുന്ന ഒരു പ്രത്യേക കഴപ്പാണ് ഈ തള്ളയ്ക്കുള്ളത്. ആൻഡ് യെസ്, ഇവരെ റിയാക്ട് ചെയ്തത് നമ്മുടെ നിലവാരത്തിന് പറ്റിയൊരു സംഭവമല്ല, കാര്യമല്ല. എങ്കിരുന്നാൽ പോലും വായ്ത്താളം അടിക്കുന്നതിന് ഇവർക്ക് കുറവില്ലാത്തതുകൊണ്ട് ഈ ഒരൊറ്റ വീഡിയോയിൽ ഞാൻ റിയാക്ഷൻ ചെയ്യും. ഇനി ഇവർ കുറച്ച് കഴിയുമ്പോൾ എൻ്റെ DMൽ വന്നിട്ട് എൻ്റെ വാപ്പാക്കും ഉമ്മാക്കൊക്കെ വിളിക്കും. അത് നിങ്ങൾക്ക് വാപ്പായും ഉമ്മായും ഇല്ലാത്തതുകൊണ്ടായിരിക്കും, നിങ്ങൾക്ക് അതിൻ്റെ വില അറിയാത്തതുകൊണ്ടായിരിക്കും നിങ്ങൾ അങ്ങനെ വിളിച്ചു പോകുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആൻഡ് യാ, യൂട്യൂബ് വരുമാനം എന്ന് പറയുന്നത് ഡീസന്റ് വേയിൽ സമ്പാദിക്കുന്നവരുണ്ട്. അത്യാവശ്യം കാര്യഗൗരവമുള്ള കാര്യങ്ങളെടുത്ത് വിമർശനം വിശകലനമൊക്കെ നടത്തി അതിൽ കൂടെ ഒരു വരുമാനം നേടുന്നവർ ഒരുപാട് പേരുണ്ട്. ജെന്യുവനായിട്ട് ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നവരുണ്ട്. ഇനി കുറച്ച് അധികം പോയി കഴിഞ്ഞാൽ അധികപ്പറ്റി വർത്തമാനം പറഞ്ഞിട്ട് കിട്ടുന്നവരും ഉണ്ട്. അവരെയൊക്കെ നമുക്ക് സഹിക്കാം. ഇത് ഒരുതരം വെകിളി പിടിച്ച ഭ്രാന്ത് പിടിച്ച ടീമുകളാണ്. ഒക്കെ നല്ല ഫസ്റ്റ് ക്ലാസ് കഞ്ചാവോളികളാണ്. അല്ലെങ്കിൽ പിന്നെ ഇമാതിരി പരിപാടി ചെയ്യുമോ? ഫസ്റ്റ് ക്ലാസ് കഞ്ചാവുകളാണ് ഇങ്ങനെ വീഡിയോ എടുക്കുന്നത്. അതായത് ഞാൻ ഒരുത്തനെ നിക്കാഹ് കഴിച്ച് അവൻ്റെ ഞരമ്പിൻ്റെ അസുഖം കാരണം അവൻ വേറെ പെണ്ണുങ്ങളായിട്ട് പോയി. ഞാൻ കുറേ നാളത് സഹിച്ച് ഞാൻ പിടിച്ചു വെച്ച് നന്നാവുമെന്ന് വിചാരിച്ച് ഞാൻ അവനെ തെറാപ്പിക്കൊക്കെ കൊണ്ടുപോയി കൗൺസിലിങ്ങിന് കൊണ്ടുപോയി അവൻ്റെ ചിലവുകളും ചുളിവുകളും എല്ലാം സഹിച്ച് നന്നാവുമെന്ന് വിചാരിച്ച് അവൻ നന്നായില്ല. എന്നിട്ട് അവൻ ഇട്ടേച്ച് പോയിട്ട് അവൻ ബാക്കി എല്ലാ പെൺപിള്ളേരും ചെയ്തതിന് എൻ്റെ പ്രൂഫ് വന്ന് ഞാനതിവിടെ ഇരുന്ന് വിളിച്ചു കൂവുന്നത് കഞ്ചാവ് അടിച്ചുകൊണ്ടാണോ എന്നാണ് ഇവർ പറയുന്നത്. എന്നെ ഒരാൾ ഇട്ടിട്ട് പോയത്, ഞാനത് പബ്ലിക്കിൽ വന്ന് പറയുന്നത് കഞ്ചാവ് അടിക്കുന്നവരാണ് അങ്ങനെ സംസാരിക്കുന്നത്. അപ്പം ഈ പബ്ലിക്കിൽ വന്നിരുന്ന് അവരുടെ പ്രശ്നങ്ങൾ പറയുന്ന ആൾക്കാരൊക്കെ നിങ്ങൾ നോട്ട് ചെയ്യണം, നിങ്ങളൊക്കെ കഞ്ചാവ് അടിച്ചിട്ടുണ്ട്. ആൻഡ് ഇങ്ങനെ കണ്ടന്റ് ഈ അപരാധം വിളിച്ചു പോകുന്നവർ ഇവർ ഏത് സാധനമാണ് അടിച്ചേക്കുന്നത്? ഇവരെന്ത് ഹൈ ആണ് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതൊക്കെ ഇസ്ലാം മതസമൂഹത്തിൽ ജനിച്ചു എന്ന് പറയുന്നത് തന്നെ നാണക്കേടാണ്. ഈ ഫസ്മിന എന്ന് പറയുന്ന സ്ത്രീ. അല്ലയോ യുവതി, ഇസ്ലാമിനെ പറ്റി പറയാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ക്വാളിറ്റി ഉണ്ടോ? എന്തെങ്കിലും നിലവാരം ഉണ്ടോ? വാ എടുത്താൽ പുളിച്ച് തെറി അല്ലാണ്ട് ഒരു വീഡിയോയിൽ ആൾക്കാരെ പറയത്തില്ല. ഇത്രയും വൃത്തിയായിട്ട രീതിയിൽ കുണയ്ക്കുന്ന നിങ്ങൾക്ക് ഇസ്ലാമിനെ പറ്റി പറയാൻ എന്ത് റൈറ്റാണുള്ളത്? മതത്തിനെയൊക്കെ തൊട്ട് പറയാൻ നിങ്ങൾക്ക് എന്ത് അർഹതയുണ്ട്? എനിക്ക് അത്ര വലിയ അർഹതയില്ല. ബിക്കോസ് ഞാൻ ചെയ്യുന്ന വീഡിയോ, ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് ഞാനൊരിക്കലും വന്നിരുന്നിട്ട് പഠിച്ചോൻ്റെ ഇതും വറ്റതും മറിച്ചതും വലിയ ഇസ്ലാമികരുമായിട്ട് ഞാൻ സംസാരിക്കാൻ ഞാൻ ആളല്ല. അതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി അങ്ങനെ സംസാരിക്കത്തില്ല. പക്ഷെ നിങ്ങൾ അത്രയും കൂടെ ആളല്ല, നിങ്ങൾക്ക് ഒരു യോഗ്യതയില്ല, മനസ്സിലായോ? നിങ്ങൾ സംസാരിക്കുന്ന പുളിച്ച തെറി വെച്ചിട്ട് നിങ്ങൾ പഠിച്ചോന്ന് വിചാരിച്ചിട്ട് ഇസ്ലാമിനൊന്നും നിങ്ങൾ എടുത്തിടല്ലേ, ദൈവത്തെ ഓർത്ത് പ്ലീസ്. തൊപ്പിയുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അവൻ ഗെയിമും കൊണ്ട് നടന്നു, വീട്ടിൽ നിന്ന് പിടിച്ച് പുറത്താക്കി, അതുകൊണ്ട് അവൻ അങ്ങനെ ആയി എന്ന് പറയാം. ഈ പെണ്ണുങ്ങൾക്കൊക്കെ എന്തിന്റെ കഴപ്പാണോ എന്ത് എനിക്കറിയത്തില്ല. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് മുന്നേ ഇസ്ലാമിൻ്റെ ഇത് പറഞ്ഞിട്ട് ഇപ്പോൾ ചോദിക്കുന്ന കേട്ടോ എന്തിൻ്റെ കഴപ്പാണ്. ഇതാണ് ഇവരുടെ കഴപ്പ്. ഇതാണ് നിലവാരവും ഇതൊന്നും ഇല്ലാത്ത ഒരുതരം വെകിളി പിടിച്ചൊരു പെണ്ണുമ്പിള്ള. എന്തോ എനിക്ക് തോന്നുന്നു യൂട്യൂബിൽ കൂടെ സമ്പാദിക്കാൻ വേണ്ടി കിടന്ന് അപരാധം കാണിക്കുന്നതാണ്. ഞാൻ അങ്ങനെ കണക്ക് കൂട്ടുന്നത്. ഒരു നേരത്തെ ആഹാരത്തിനും വേറെ ജോലിയും വിദ്യാഭ്യാസം ഇല്ല. ബിക്കോസ് മനസ്സിലാവുന്നുണ്ട്, സംസാരത്തിന് അത് മനസ്സിലാവുന്നുണ്ട്. അപ്പം അവരുടെ അന്നനാളം ഇതായിരിക്കും അവർക്ക് പൈസ കിട്ടുന്ന ഒരു മാർഗം. അപ്പം ആ മാർഗം ഞാനായിട്ട് മുട്ടിക്കുന്നില്ല, ഞാനത് കൂട്ടി തരുന്നുണ്ട്. എന്തായാലും കൂട്ടി തന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ ബാക്കി കേൾക്കാം. പുതുതലമുറയെ രക്ഷിക്കാൻ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ചില നടപടികൾ ഈ മതസമൂഹം മുന്നോട്ട് വന്ന് എടുക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അങ്ങനെയാണെങ്കിൽ നിങ്ങളെ ആദ്യം പുറത്താക്കണം മതസമൂഹം. നിങ്ങളെപ്പോലെയുള്ള യുവതികളെ ഈ നാട്ടിൽ നിന്ന് പുറത്താക്കണം. നാട്ടിൽ നിന്ന് ഇവിടുന്നേ പുറത്താക്കി വേറെ എവിടെയെങ്കിലും കൊണ്ടിടണം. എന്നെ പറഞ്ഞല്ലോ എന്നെ ഊളംപാറ ഇടുന്നതെന്ന്. അതുപോലെ നിങ്ങളെ ചങ്ങലയ്ക്ക് വേറെ എവിടെയെങ്കിലും കൊണ്ടിടണം. ഇവൾ പറഞ്ഞതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിരിക്കും ഈ പറയണ ലല്ലു.
അത്യാവശ്യം റീച്ചിന് വേണ്ടി സ്വന്തം ഭർത്താവിന് നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് അപരാധം പറഞ്ഞ ഇവളെ കൂടെ അവൻ ജീവിക്കാത്തതല്ലേ സേഫ്? അത്രയും ഞാൻ പറഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ് ലല്ലു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ 3 കെട്ടി ഒഴിവായതല്ലേ, നിങ്ങൾ ലല്ലുവിനെ കെട്ടിക്കുക. അവനിങ്ങനെ ഏജ് കാറ്റഗറി ഒന്നുമില്ല. അപ്പം നിങ്ങൾക്ക് അത്ര ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തമ്മിൽ അങ്ങ് സെറ്റ് ആവുക, പൊളിക്ക് നിങ്ങൾ. അങ്ങനെയാണെങ്കിൽ ഒന്നിക്കേണ്ടത് ലല്ലുവും ഈ സഫയും തന്നെയാണെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. രണ്ടുപേരും ഒന്നിച്ച് പോകട്ടെ എന്നുള്ളതാണ്. പക്ഷെ എൻ്റെ അഭിപ്രായം ഷെഫീനെയും ലല്ലു ഒന്നിക്കണം കേട്ടോ. ഞാൻ നേരത്തെ സഫൂംബി ലല്ലുംബി ടീമായിരുന്നു. പക്ഷെ ഇപ്പം എൻ്റെ ടീം ഏതാണെന്ന് വെച്ചാൽ ഡോളി അമ്മായി ലല്ലു ആണ് എൻ്റെ ടീം. ഡോളി ലല്ലു, ഞാൻ ആ ഫാൻസാണ്. നിങ്ങൾ ഏത് ഫാൻസാണ് നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്ത്. ഇടയ്ക്ക് സബ്സ്ക്രൈബും ചെയ്യണേ. അല്ലാതെ ഈ ഒരുപാട് യൂട്യൂബേഴ്സ് എടുത്ത് ലല്ലുവിനെ വല്ലതും ഒക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തറിയാം ലല്ലുവിനെ പറ്റി? ഫെസ്മിനെ പറഞ്ഞുള്ള അറിവല്ലേ ഉള്ളൂ. ഫെസ്മിനെ പറഞ്ഞതിൽ 99% നുണയാണെന്ന് തെളിയിക്കപ്പെട്ട ഒരു അവസ്ഥയിൽ ഫെസ്മിനെ പറയുന്നതിൽ എന്തെങ്കിലും വാല്യൂ ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? 99% ഞാൻ പറയുന്ന കള്ളമാണെന്ന് തെളിയിക്കപ്പെട്ട അവസ്ഥ ഏതാണ്? അത് ഏത് അവസ്ഥയാണ്? ആ അവസ്ഥ ഒന്ന് തെളിയിച്ചു തരാമോ? നിങ്ങൾക്കൊന്ന് തെളിയിക്കാൻ പറ്റുമോ? ഞാൻ കള്ളം പറഞ്ഞ അവസ്ഥ ഏതാണെന്ന് തെളിയിച്ചാൽ കൊള്ളായിരുന്നു. ഫെസ്മിനെ ആയിരുന്നാലും മെഹനു ആയിരുന്നാലും മാറ്റി നിർത്തേണ്ട വ്യക്തിത്വങ്ങൾ തന്നെയാണ്. അവരുടെ കൂടെ ജീവിതം മുമ്പോട്ട് പോവില്ല എന്നുള്ളതാണ്. എടുത്തു ചാടി ഒരുത്തൻ്റെ കൂടെ ഓടിപ്പോകുന്നതിനോടൊന്നും യോജിപ്പില്ല എങ്കിലും ഈ സഫ അങ്ങനെ തീരുമാനം എടുത്തേണ്ട ഒരു തെറ്റുമില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ പറഞ്ഞാൽ മതിയാവും. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ പറയണേ. ഈ സഫയും ലല്ലു ഒളിച്ചോട്ടത്തിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ എന്നോട് എൻ്റെ കമൻറ്റിൽ നിങ്ങളൊന്ന് രേഖപ്പെടുത്തണം. എനിക്കും അറിയാൻ ആകാംക്ഷയുണ്ട്. നിങ്ങൾ സഫൂംബി ലല്ലുംബി ടീമാണോന്ന് നിങ്ങൾ പറയുക. സഫ എന്ന് പറയുന്ന പെണ്ണ് മെഹനുവിനെ കളഞ്ഞു, എന്നിട്ട് അവൻ ലല്ലുവിൻ്റെ കൂടെ പോയി. ലല്ലു ഫെസ്മിനെ കളഞ്ഞു, എന്നിട്ട് എന്നോട് പോയി. സമയം മൊത്തം കൺഫ്യൂഷൻ. ആരോടെ പൊട്ട് പില്ല് എങ്ങനെ പൊട്ട് ചലിക്കങ്ങൾ. പിന്നെ എന്തിനാണ് അമ്മായി ഇരുന്ന് വീഡിയോ ചെയ്യുന്നത്? എന്ത് അപരാധമാണ് പിന്നെ പറയുന്നത്? ഇത്രയും വന്നിരുന്ന് കോണച്ചിട്ട് ലാസ്റ്റ് വീഡിയോ എന്ത് ചെയ്യാൻ നേരത്ത് അവളുടെ ഓടി അവളുടെ പറിച്ച യൂട്യൂബ് ചാനലും. എനിക്ക് ഇവരെ കാണാൻ, എൻ്റെ റബ്ബേ, ഇവരെ കാണുമ്പോൾ എനിക്ക് പിടിച്ച് ഒരയ്ക്കാൻ തോന്നും. മുഖം ഇരിക്കുന്ന തന്നെ നിങ്ങൾ നോക്കിയേ. ഞാൻ സത്യം പറഞ്ഞാൽ ചെവിക്കല്ലിട്ട് കൊടുക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവരെ ശരിപ്പെടുത്താൻ ഒരു യുവാവ് ജീവിതത്തിൽ വന്നാൽ ചിലപ്പോൾ നന്നാവും. അതാണ് ഇവർക്ക് കിട്ടേണ്ടതാണ്. ഇവർക്ക് കിട്ടാത്തതിൻ്റെ കുറവാണ്. നോയമ്പ് കാലഘട്ടത്തിൽ കൊതിയുന്നുണയെ പറയാൻ പാടില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഞാനിത് കൊതിയുന്നുണയല്ല പറയുന്ന ഒരു ഇൻഫർമേഷൻ തരുന്നതായിട്ട് മാത്രം മനസ്സിലാക്കിക്കൊണ്ട് ഇത് കാണുക കേട്ടോ. നോമ്പ് മാസത്തിൽ മാത്രം ഈ പെണ്ണുപിള്ളയുടെ തലയിൽ തട്ടം വരും. അതൊരു പ്രത്യേകതരം ഇസ്ലാമിൻ്റെ ഒരു ഇതായിരിക്കും. ഇത്ര നാളും തട്ടൊന്നുമല്ല. ചിലതിൽ പൊട്ടുവിടും, ചിലതിൽ തെറി പറയും, കഴപ്പ്, പറി, ഇങ്ങനെ പല തെറികൾ വരും. പക്ഷെ നോമ്പ് മാസത്തിൽ തട്ടം വരും. ആൻഡ് പറയുന്ന ഗോസിപ്പ് ചാനൽ എന്നുള്ളത് ഇബാദത്തിൻ്റെ ചാനലായിട്ട് പെട്ടെന്ന് ഇവർ മാറ്റും. പക്ഷെ പറയുന്നത് മൊത്തം അപരാധമായിരിക്കും. പക്ഷെ നിങ്ങളത് ഇബാദത്തായിട്ട് കണക്ക് കൂട്ടണം. നിങ്ങളിരുന്ന് ഇപ്പോൾ നിങ്ങൾ നിസ്കാരം കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ വീഡിയോ ആണ്, ഷെഫീനാത്താടെ വീഡിയോ ആണ് കാണേണ്ടത്. കാരണം ഇബാദത്താണ് ചൊല്ലിത്തരുന്നത്. കൊള്ളാത്തോണ്ടല്ലേ അവൾ ഇറങ്ങിപ്പോയത്. നിന്നെ കൊണ്ട് പറ്റാത്തോണ്ട്, നീ ശരിയല്ലാത്തതുകൊണ്ടല്ലേ അവൾ വേറൊരിടത്തോട്ട് പോയിട്ടുണ്ടെങ്കിൽ തന്നെ പോയിട്ടുള്ളത്. ദിസ് ഈസ് ദ പെർഫെക്റ്റ് എക്സാമ്പിൾ ഓഫ് വിവരമില്ല, ഒരു മന്ദബുദ്ധിയാണ് ഈ പെണ്ണുപിള്ളാന്ന്. നമ്മളൊരു പാർട്ട്ണർ നമ്മളെ ചീറ്റ് ചെയ്ത് വേറെ ആളുടെ കൂടെ പോയിട്ടുണ്ടെങ്കിൽ ഇവർ പറയുന്നത് ഈ പെണ്ണുപിള്ള പറയുന്നത് എന്താണ്? നമ്മുടെ മിസ്റ്റേക്ക് കൊണ്ടാണ് അവർ പോകുന്നത്, നമ്മൾ പോരാത്തതുകൊണ്ടാണ് അവർ പോകുന്നത്. അപ്പം നിങ്ങളുടെ 3 ഭർത്താക്കന്മാരെ നിങ്ങൾ ഇട്ടിട്ട് പോയത് നിങ്ങൾ പോരാഞ്ഞിട്ടാണോ? എനിക്ക് ചോദിക്കാനുള്ളതാണ്. നിങ്ങൾ പോരാത്തതുകൊണ്ടായിരിക്കില്ല അപ്പോൾ നിങ്ങളുടെ ഭർത്താവ് ഇട്ടിട്ട് പോവുക. വാട്ട് കൈൻഡ് ഓഫ് ഫക്ഡ് അപ്പ് സ്റ്റേറ്റ്മെൻറ്റ് ഇസ് ദാറ്റ്? നമ്മൾ പോരാഞ്ഞിട്ടാണോ നമ്മളൊരാൾ ഇട്ടിട്ട് പോകുന്നത്? അങ്ങനെയാണ് ഇവർ പറയുന്നത്. തള്ളയ്ക്ക് എന്തെങ്കിലും വെളിവുണ്ടോ? വെറുതെ അല്ല 3 അവന്മാർ ഇട്ടേച്ചു പോയത്. 3 ആരാണെങ്കിലും ഇട്ടേച്ചു പോയത്. നിങ്ങളെപ്പോലെ ഒരാളുടെ കൂടെ ഒരാൾക്കും ജീവിക്കാൻ പറ്റത്തില്ല. ഞാൻ എഴുതി ഒപ്പിട്ട് തരാം. ഫെസ്മിനയുടെ വീഡിയോ ഞാൻ കാണാൻ പോയില്ല, കാരണം മുഴുക്ക നുണ പറയുന്ന ഒരു വൃത്തികെട്ട സാധനമാണ് ആ പെണ്ണ്. അപ്പൊ അവരുടെ കമന്റ്സ് മാത്രം ഞാൻ പോയി ഇനി ചൂണ്ടിക്കൊണ്ടുവന്നു. അവൾ പറയണത് നമുക്ക് കേൾക്കണ്ട, നമുക്ക് അവളെ കമന്റ്സിലേക്ക് പോകാം. കമൻസിലോട്ട് പോകേണ്ട ഒന്നിലോട്ട് നിങ്ങൾ പോകണ്ട. എൻ്റെ കമൻസ് വായിക്കണമെങ്കിൽ എൻ്റെ ഓഡിയൻസ് എൻ്റെ കമൻസ് അവർക്ക് കണ്ണിന് കാഴ്ചക്കുറവൊന്നുമില്ലല്ലോ. അപ്പോൾ അവരെടുത്ത് നോക്കിക്കോളും. നിൻ്റെ വീഡിയോയിലൂടെ എൻ്റെ കമൻസ് ഉണ്ടാക്കാൻ നിൽക്കണ്ട. ഇവള് കൃത്യമായിട്ട് അവൾ ഇറങ്ങി വരുമ്പോൾ CCTV, അവൾ ബാഗും കൊണ്ട് വണ്ടി കയറുന്ന CCTV, അവൻ ബൈക്കും കൊണ്ട് അവിടെ കിടന്ന് കറങ്ങുന്ന CCTV, മൊത്തം CCTV ഒക്കെ എടുത്ത് പ്രദർശിപ്പിച്ച് ഇവര് അടിച്ചങ്ങോട്ട് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലല്ലു എന്ന് പറയുന്ന ചെറുക്കൻ ഇവളെയും കൊണ്ട് മുങ്ങി. ഞാൻ ഇറക്കുന്ന ദൃശ്യങ്ങളോ? ഞാൻ ക്രിയേറ്റ് ചെയ്തോ? ഞാൻ ഇറക്കുന്ന ദൃശ്യങ്ങളല്ല. ഞാൻ ദൃശ്യങ്ങൾ പുറത്ത് വിടുന്നുണ്ട്. ഞാൻ ഒറ്റ വീഡിയോയിൽ എല്ലാം കൂടെ പുറത്ത് വിടുന്നുണ്ട്. അപ്പം വാ അടച്ച് പൊത്തി എവിടെയെങ്കിലും മൂലയിൽ പോയിരുന്ന് മൂഞ്ചിയാൽ മതി എന്നാണ് എനിക്ക്
തട്ടൊക്കെ ഇട്ട് വന്നുകൊണ്ട് എന്താ പറയുക, പച്ചപ്പുൽച്ചാടി എന്ന് പറയാൻ പറ്റില്ല. ഡോളി അമ്മയുടെ എനിക്ക് പറയാനുള്ളതാണ്, വീഡിയോ ഇറങ്ങുമ്പോഴത്തേക്കും അടിച്ചണ്ണാക്കി കിട്ടുമ്പം വല്ല മൂലയിലും പോയിരുന്ന് കരയുക. കുട്ടിയെ ഏറ്റവും മ്ലേച്ഛമായി അധിക്ഷേപിക്കുന്ന ഫെസ്മിനിയോട് എന്റെ ഒരു ചോദ്യം, നീ തൊപ്പിയുടെ അടുത്ത് എന്തോന്നടി കാണിച്ചത്? തൊപ്പിച്ചെറുക്കനെ കല്യാണം കഴിക്കാന്ന് പറഞ്ഞ് രാത്രി പാതിരാത്രിക്ക് അവന്റെ കൂടെ ഊര് തണ്ടി നടന്ന് അവന്റെ ചാനലിൽ പോയിരുന്നുകൊണ്ട് വീഡിയോ ഇട്ടു. അവന്റെ കൂടെ ടൂറ് പോകാൻ വേണ്ടിയിട്ട് അവനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നതായിട്ട് അഭിനയിച്ചു. എന്നിട്ട് അവനെ തേച്ചു. ഒരു തേപ്പുകാരി വന്നിരുന്നു കൊണ്ടാണ് വേറൊരു പെണ്ണിന്റെ ജീവിതത്തിൽ കയറി കിടന്ന് കർത്തമാനം പറയണത്. അവൾ ഇങ്ങനെ പറഞ്ഞു കേട്ടോ, അവൾ ഞോന്ന് പറഞ്ഞു കേട്ടോ, അവൾ എന്നെ ലൈക്കിച്ചു കേട്ടോ, അവൾ എന്നെ അങ്ങനെ ചെയ്തു കേട്ടോ. നാണ ഇല്ലേടി ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കാനെന്നാണ് എന്റെ ചോദ്യം. ഞാനില്ലേടി, നാണമില്ലേ ഫസ്ബിന? ഈ പുന്നാര മോളുടെ വീഡിയോ ഒക്കെ റിയാക്ട് ചെയ്യാൻ നാണമില്ലേ ഫസ്ബിന? ഞാൻ ക്യാമറ നോക്കി എന്നോട് തന്നെ ചോദിക്കുകയാണ്, എൻ്റെ ബോയ് ഫ്രണ്ട്, എൻ്റെ എക്സ് ആയിരുന്ന ബോയ് ഫ്രണ്ടിനോട് ഞാൻ രാത്രിക്ക് ഇറങ്ങുമോ, ഞാൻ അവിടെ പോയി ഇവിടെ പോയി ഇരിക്കും, നിങ്ങൾക്ക് എന്താ പെണ്ണും പിള്ളേ, നിങ്ങൾക്ക് അത്ര സൂക്കേടാണ്, അത്ര മുട്ടി നിൽക്കുവാണ്, നിങ്ങൾ ഇത്രയും സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ, ഇത്രയും തൊപ്പിനെ സപ്പോർട്ട് ചെയ്യുന്നത്, നിങ്ങൾക്ക് പുള്ളീനെ വേണോ? എനിക്ക് മനസ്സിലായി നിങ്ങൾക്ക് ആരെയൊക്കെ വേണം. നിങ്ങൾ ലല്ലുവിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, നിങ്ങൾ തൊപ്പീനെ സപ്പോർട്ട് ചെയ്യുന്നത്, എനിക്കൊരു പ്രശ്നമില്ല. നിങ്ങൾ ലല്ലുവിനെ സപ്പോർട്ട് ചെയ്ത് നിങ്ങൾ ലല്ലുവിനെ എടുത്തോ, പക്ഷേ തൊപ്പീനെ എനിക്ക് തോന്നുന്നില്ല നിങ്ങൾക്ക് കിട്ടുന്നു. കുറച്ച് ക്വാളിറ്റി ഉള്ള ആൾക്കാരെ അവൻ നോക്കത്തുള്ളൂ. അപ്പോൾ നിങ്ങളെ എന്തായാലും നോക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പോട്ടെ, നല്ല വിഷമം ഉണ്ടായിരിക്കും, ഇത്രയും ചെയ്തിട്ടും തൊപ്പി റെക്കഗ്നൈസ് ചെയ്യുന്നില്ലായിരിക്കുമല്ലോ. പോട്ടെ, സാരമില്ല. ഈ പെസ്മിന എന്ന് പറയുന്ന ഒരു ക്യാരക്ടർലെസ് ഇഡിയേറ്റാണ്. അതുകൊണ്ടാണ് ഒരു കാര്യവും ഇല്ലാണ്ട് ആ പെങ്കൊച്ചിന്റെ തൊട്ട് പുറകെ പോകുന്നത്. ക്യാരക്ടർലെസ് ഇഡിയറ്റ്, ഞാനൊരു ക്യാരക്ടർലെസ് ഇഡിയറ്റ് ആയി മാറി. ഓക്കെ, പെസ്മിന എന്ന എന്തിരിച്ചിക്കും ഈ പറയുന്ന നക്കാളി ചോറിനും നമ്മൾ ആരും പെർമിഷൻ കൊടുക്കേണ്ട കാര്യമില്ല. അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെതിരെ നമ്മൾ ശക്തമായി പൊരുതണം. കാരണം ഇത്തരത്തിൽ തോക്കൃത്തരങ്ങൾ കാണിച്ച് പെൺകുട്ടിയായിട്ട് ഉപദ്രവിച്ച് അവൾ അവിടെ നിന്ന് ജീവനും കൊണ്ട് പായുമ്പോ അവളെ പിഴച്ചവളെന്ന് മുദ്ര കുത്തിക്കൊണ്ട് അവൻ നല്ലവനാകാൻ ശ്രമിക്കുന്ന ആ ശ്രമം സമൂഹത്തിന് കൊടുക്കുന്ന ഒരു മെസ്സേജ് റോങ് ആണ് എന്ന് ഷഫീന ബീഗം. ഫെസ്മിന അത് പിന്നെ കലക്ക വെള്ളത്തിൽ മീൻ പിടിക്കാൻ നടത്തുന്നവർ എന്തിരിച്ച് അവക്ക് ഇതെല്ലാം കണ്ടന്റ് ആണ്. ആ ചോദ്യം ആപ്റ്റാണ്, കൃത്യമായ ചോദ്യമാണ് ചോദിക്കുന്നത്. നീ ഉപേക്ഷിച്ച, നിനക്ക് വേണ്ട എന്ന് വെച്ച് വിവാഹമോചനത്തിന് കൊടുത്ത ഒരു വ്യക്തി ആരെ കൊണ്ടുപോയാൽ നിനക്കെന്ത്? ആർക്കൊപ്പോ പോട്ടെ, അതിനിപ്പോ എന്താ? എനിക്ക് തലാക്ക് തന്നിട്ടില്ല, എൻ്റെ വാങ്ങിച്ച പൈസ തന്നിട്ടില്ല, എൻ്റെ ഫോൺ പൊട്ടിച്ചു, കാറിൻ്റെ ഇൻഷുറൻസ് ഇതൊന്നും തന്നിട്ടില്ല. നിങ്ങൾക്ക് തരാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് തരാം, ഞാൻ കേസ് ഒഴിവാക്കാം. കേസ് ഒഴിവാക്കത്തില്ല, എനിക്ക് എൻ്റെ നിന്ന് പോയ സംഭവങ്ങളൊക്കെ വേണ്ടേ. നിങ്ങൾക്ക് തരാൻ പറ്റുമെങ്കിൽ നിങ്ങൾ താ, ഞാൻ ഈ പുറകെ പോകുന്നതൊക്കെ നിർത്താം, ഞാനിങ്ങനെ മാന്യമായിട്ടിരിക്കാം. അതെങ്ങനെയുണ്ട്, പറ്റുമോ? നിങ്ങൾ ഓക്കെ ആണെങ്കിൽ പറയട്ടോ. നിങ്ങൾ ലല്ലുവിനെയും സഫേനെയൊക്കെ ഏറ്റെടുക്കാൻ നിങ്ങൾ ഓക്കെ ആണെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി, ഞാൻ ഓക്കെയാണ്. എനിക്ക് എൻ്റെ പോയ നഷ്ടങ്ങൾ എനിക്ക് തന്നാൽ മതി, എനിക്ക് ആ തലാക്കും തന്നാൽ മതി. ഓക്കെ, തോന്നിയാസം കാണിച്ച് തല്ലും കൊണ്ട് അവന്റെ കാലിന്റെ ഇടയിൽ കിടക്കണമെന്ന് ഒരിടത്തും പറയുന്നില്ല. അത് ഇന്ത്യൻ നിയമപ്രകാരമാണെങ്കിൽ കുറെ സമയം എടുക്കും. ഇസ്ലാമിന്റെ നിയമമാണെങ്കിൽ അത് സ്പെഷ്യലാണ്. അതിനകത്ത് വേണ്ടാന്ന് വെച്ചാൽ വേണ്ട, ഇറങ്ങി പോടാ, അഴിച്ചു പോടാന്ന് പറയാം. അങ്ങനെ ആയിരിക്കുമല്ലോ നിങ്ങൾ 3 ആൾക്കാർ ഒഴിവാക്കിയത്. ഏച്ചു പോടാന്ന് പറഞ്ഞ് ഇങ്ങനെ കസേര ഇട്ടിട്ട് ഏച്ചു പോടാ എന്ന് പറഞ്ഞ് 3 ആണുങ്ങളെ നിങ്ങൾ ഇറക്കി വിട്ടു. ഇസ്ലാം നിയമപ്രകാരം സ്പെഷ്യലാണ്, അതായത് നമുക്ക് ഡിവോഴ്സ് സംഭവമൊന്നുമില്ല, ഏച്ചു പോടാന്ന് പറഞ്ഞാൽ ആ ബന്ധം അവിടെ തീർന്നെന്ന്. അങ്ങനെ ആയിരിക്കും നിങ്ങൾക്ക്. പക്ഷേ ഇസ്ലാമിക് നിയമപ്രകാരം അത്ര സിമ്പിളായിട്ടല്ല ഒരു ഹലാലായിട്ടുള്ള റിലേഷൻ കാണുന്നത്. നിങ്ങൾക്ക് വെളിവില്ലാത്തതുകൊണ്ടാണ്, നിങ്ങളൊരു ഹറാമി യുവതി ആയതുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നത് അത്ര സിമ്പിളാന്ന്. പിന്നെ ഇതിന്റെ ഇടയ്ക്ക് കൂടെ ഇതിന്റെ ഇടയ്ക്ക് കൂടെ മീൻ പിടിക്കാൻ നടക്കുന്ന ആ എന്തിരച്ചിക്ക് അത് പൊതുസമൂഹമാണ് മറുപടി പറയേണ്ടത്. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലുള്ള സ്ത്രീകളായിട്ടുള്ള കുട്ടികളാണ് ഇതിനെപ്പറ്റി മറുപടി പറയേണ്ടത്. ഒരുത്തനെ വേണ്ട എന്ന് വെച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി വന്ന ഒരു പെൺകുട്ടി അവളുമായിട്ട് യാതൊരു ബന്ധമില്ല എന്ന് പറയുമ്പോൾ ബന്ധം ഉണ്ട് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി ഇവൾ കിടന്ന് ത്വര കാണിക്കുന്നുണ്ടെങ്കിൽ ഇവക്ക് അടിയല്ലേ പറ്റിക്കേണ്ടത്? ഇവക്ക് ആരെയും പറ്റിക്കാം, ഇവക്ക് ആരും വേണ്ടാന്ന് വെച്ച് ചാടിപ്പോകാം, ഇവക്ക് തോന്നിവാസങ്ങളൊക്കെ കാണിക്കാം. പക്ഷെ അത് വേറൊരാൾ കാണിക്കുമ്പോൾ അവൾക്ക് പറ്റത്തില്ല. അതും അവളുടെ എക്സ് ബോയ് ഫ്രണ്ട് ആയ ഒരുത്തന് പറ്റത്തില്ല എന്ന് പറയുന്നത് എന്തടിസ്ഥാനത്തിലാണ്? ഭാര്യ ഭർത്തൃ ബന്ധം ഒന്നിച്ച് താമസിപ്പിക്കുമ്പോഴാണ്. അല്ലെങ്കിൽ ഇത് കേട്ടാണ്ടല്ലോ നമുക്ക് ദേഷ്യം വരും. സത്യം പറഞ്ഞാൽ ഇവരുടെ വർത്താനം കണ്ടാൽ നമുക്ക് ദേഷ്യം വരും, നമുക്ക് പിടിച്ച് ഓരയ്ക്കാൻ തോന്നും പെണ്ണുപിള്ളേനെ. ഞാൻ പറഞ്ഞാൽ കൂടിപ്പോൾ ഇവരുടെ സംഭവം ഇത് കുറേ ഉണ്ട് ഇവരെ റിയാക്ട് ചെയ്യാനാണെങ്കിൽ. പറയുന്ന കാര്യങ്ങൾ നമുക്ക് എന്താ പറയുക, ഒന്നും എനിക്ക് അങ്ങോട്ട് എൻ്റെ വീഡിയോയുടെ നിലവാരം കുറഞ്ഞു പോകും, അതാണ് സത്യം. ആത്മഹത്യ ചെയ്യാനാണോ നിങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ആ പയ്യൻ കൊള്ളത്തില്ല എങ്കിൽ കൊള്ളത്തില്ല, വേണ്ട, അവനെ വേണമെന്നുള്ളവർ എടുത്തോട്ടെ, വേണ്ടാത്ത നിങ്ങളെടുത്തോ, കുഴപ്പമില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളെടുത്തോ, എനിക്ക് പ്രശ്നമല്ല. സ്ത്രീകൾ തെറ്റ് ചെയ്യുമ്പോൾ അത് തെറ്റല്ലെന്നും പുരുഷന്മാർ മാത്രമാണ് തെറ്റുകാരെന്ന് പറയാനും മാത്രമുള്ള മണ്ടത്തരം എനിക്കില്ലാത്തത് കൊണ്ട് ഞാൻ ലല്ലുവിന്റെ ഒപ്പം ഈ വിഷയത്തിൽ. അപ്പം ആരൊക്കെ ഷഫീനാത്തയുടെ സൈഡ് പിടിക്കുന്നു എന്ന് അറിയിക്കുക. ഷഫീനാത്ത എന്തായാലും ലല്ലുവിൻ്റെ കൂടെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങളും ലല്ലുവിൻ്റെ കൂടെ ആണെങ്കിൽ
കമൻസിൽ രേഖപ്പെടുത്തുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എന്താണ് താത്ത പറയുന്നത്, ലൈക്ക് ചെയ്യുക, കമൻറ്റ് എന്തായാലും രേഖപ്പെടുത്തണം കേട്ടോ. കമൻറ്റ് ഇല്ലാണ്ട് വേറെ വഴിയല്ല. അപ്പം ഇവർ എന്താണ് എന്തൊക്കെയോ ഇരുന്ന് വിളിച്ചു പോകുന്നുണ്ട്. അത് ഞാൻ എന്തായാലും പ്ലേ ചെയ്യുന്നില്ല. കാരണം സംഭവം ഇവരുടെ വീഡിയോ ഇത് കണ്ടില്ലേ, ചുമന്ന ഷാളിട്ട് ചുമന്ന കർട്ടൻ, ചുമന്ന ഐ ഷാഡോ, ചുമന്ന ലിപ്സ്റ്റിക്. ഇത് കാണുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ വേറൊരു ഫീലാണ് അടിക്കുന്നത്. നിങ്ങൾക്കത് മനസ്സിലാവുമെന്ന് വിചാരിച്ചു. അതായത് ഈ റെഡ് തെരുവുകളിലൂടെയൊക്കെയുള്ളൊരു സെറ്റപ്പ് എനിക്ക് കാണുമ്പോൾ ഫീൽ ചെയ്യുന്നു. ബിക്കോസ് ഞാൻ അങ്ങനെ ബോഡി ഷെയിം വരില്ല, ഞാൻ അങ്ങനെ ആരും ബോഡി ഷെയിം വരില്ല. ബട്ട് ഹോണസ്റ്റ്ലി നിങ്ങളൊന്ന് നോക്കി നോക്ക്. നിങ്ങൾക്കിത് കാണുന്നുണ്ടോ? നിങ്ങളൊന്ന് നോക്കി നോക്ക്. തട്ടമൊന്നും ഇട്ട് വന്നിരുന്നിട്ട് ഇങ്ങനെ സംസാരിച്ചിട്ട് കാര്യമില്ല എത്താം. നിങ്ങളൊന്ന് നോമ്പെടുത്തിട്ട് ഒരു കാര്യമില്ലെന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. കാരണം ഇവരുടെ വർത്താനം ഇവർ ചോദിക്കുന്നതാണ് ആളുടെ കാലിൻ്റെ ഇടയിലാണ് എന്നൊക്കെയാണ് ഇവരുടെ ടോക്ക്. മനസ്സിലായി? അത്രയും ഊമ്പിയ വർത്താനമാണ് ഇവർ സംസാരിക്കുന്നത്. സോ ഇത്രേ ഉള്ളൂ. പിന്നെ വേറെ കുറേ പേരുടെ വീഡിയോസ് ഞാൻ കണ്ടു. ഇൻസ്റ്റയിൽ റീൽസിൽ ചെയ്ത വീഡിയോസ് ഞാൻ കണ്ടു. വേറൊരു അമൽ എന്നൊക്കെ പറയുന്ന ഏതൊക്കെയോ ഒരു പുള്ളി. അപ്പം ഇവരുടെ ഒന്നും ഞാൻ വീഡിയോസ് ഞാൻ ഇവിടെ കൊടുക്കുന്നില്ല. കാരണം എനിക്ക് അങ്ങനെ അനാവശ്യമായിട്ട് ആൾക്കാർക്ക് റീച്ച് കൊടുക്കാൻ താല്പര്യമില്ല. പക്ഷേ ഈ തള്ളയുടെ എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു. ഇനി ഇവർ വന്നിട്ട് ഡയലോഗ് അടിച്ചാൽ എനിക്ക് സീനൊന്നുമില്ല. ആൻഡ് ഹോണസ്റ്റ്ലി സ്പീക്കിംഗ് എന്താ, നിങ്ങൾ അതായത് എൻ്റെ വീഡിയോസ് കാണുന്ന എന്നെ ഇഷ്ടപ്പെടുന്ന ഓഡിയൻസിനെ മാത്രം എനിക്ക് ബോധിപ്പിക്കണം എന്നുള്ളൊരു സംഭവം മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് ഈ പച്ചപ്പുൽച്ചാടി തട്ടിട്ട് വരുന്ന അപരാധം വിളിച്ചു പോകുന്ന ഇതിനോടൊന്നും എനിക്കൊന്നും പറയാനില്ല. ബോസ് ജിക്ക് അതെൻ്റെ കോഡാണ്. ഞാൻ മനസ്സിൽ വിളിക്കുന്ന തെറി എന്തായാലും എനിക്ക് വീഡിയോയിലൂടെ എന്തെങ്കിലും അവരെ വിളിക്കണമല്ലോ. ഞാൻ അവരെ ഇൻസ്റ്റയിൽ DMൽ പോയി തെറി വിളിച്ചാൽ അത് ഭയങ്കര കൂടിപ്പോവും. അതുകൊണ്ടാണ് ഞാൻ വീഡിയോയിൽ തെറി വിളിച്ച് ഞാൻ നിർത്തുന്നത്. ബിക്കോസ് അതേ എനിക്ക് പറ്റുള്ളൂ. അപ്പം അത്രേ ഉള്ളൂ. സോ ബേസിക്കലി ഇനി മെഹനാസിൻ്റെ പോഡ്കാസ്റ്റ് വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതുകൂടാണ്ട് സഫയുടെ ലല്ലുവിൻ്റെ തെളിവുകളും പിന്നെ വേറെ ലല്ലുവിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അത് ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള സംഭവമാണ്. ഏറ്റവും എൻഡിലോട്ട് നമ്മൾ ഏറ്റവും ബെസ്റ്റ് കാര്യം വെക്കുന്നു എന്ന് പറയുന്ന പോലെ. സോ ഇതിൻ്റെ ഒരു എൻഡ് ഗെയിം ഉണ്ടാവുമല്ലോ, ആ എൻഡ് ഗെയിം നിങ്ങൾ ഉടനെ കാണുന്നതായിരിക്കും എന്ന് സ്നേഹപൂർവ്വം പബ്ബിലൂടെ അഴിഞ്ഞാടി നടക്കുന്ന ഫസ്മിന സാക്കിർ.